ഹായ്, SSC മലയാളിയുടെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫിസിക്സിൻ്റെ PYQ പാർട്ട് 1 ആണ് ചെയ്തത്. സോ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫിസിക്സ് PYQ പാർട്ട് 2. സോ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റിനിലേക്ക് കിടക്കാം. എമംഗ് ദി ഫോളോയിങ് ഇൻ വിച്ച് മെറ്റീരിയൽ സ്പീഡ് ഓഫ് സൗണ്ട് ഈസ് മാക്സിമം? ഈ തന്നിരിക്കുന്ന മെറ്റീരിയലിൽ ഏത് മെറ്റീരിയലാണ് സ്പീഡ് ഓഫ് സൗണ്ട് ഏറ്റവും കൂടുതലുള്ളത്? ആൻസർ ഏതാടെ? ആൻസർ കൊടുത്തോണം, അലൂമിനിയം ആണ് കേട്ടോ. എല്ലാവരും സ്റ്റീലാണ് എന്ന് വിചാരിക്കും, പക്ഷേ സ്റ്റീലല്ല മക്കളെ, എന്താണ്? അലൂമിനിയം ആണ് കേട്ടോ. അലൂമിനിയത്തിലാണ് ഈ തന്നിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ സ്പീഡ് ഓഫ് സൗണ്ട് ഉള്ളത് കേട്ടോ. കുറേ ഇടത്ത് ഈ പറയണത് സ്റ്റീൽ എന്ന് റെഫർ ചെയ്തുകൊണ്ട് ഏകദേശം സ്റ്റീലിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് ഏകദേശം 5960 മീറ്റർ/സെക്കൻഡ് ആണ് കേട്ടോ സ്പീഡ് ഓഫ് സൗണ്ട് സ്റ്റീൽ എന്ന് പറയുന്നത്. അത് വലിയൊരു വാല്യൂ തന്നെയാണ്. പക്ഷേ നമ്മുടെ അലൂമിനിയത്തിൽ അതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് ഏകദേശം 6400ഓളം വരും കേട്ടോ. 6420 മീറ്റർ/സെക്കൻഡ് ആണ് ഇതിലെ സ്പീഡ്, അലൂമിനിയത്തിലെ സ്പീഡ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഇതിലാണ് ഓർത്തോണം, അലൂമിനിയത്തിൽ PYQ ആണ് കേട്ടോ. PYQൻ്റെ ചോദിച്ചിട്ടുള്ള SSCയുടെ ആൻസർ എന്ത് തന്നെയാണ്? അലൂമിനിയം തന്നെയാണ്. അല്ലാതെ നിങ്ങൾ സ്പീഡ് ഓഫ് നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഏറ്റവും കൂടുതൽ എവിടെ തന്നെയാണ്? അലൂമിനിയത്തിലാണ്. 6420 മീറ്റർ/സെക്കൻഡ് ആണ് കേട്ടോ. സോ ഓർത്തോണം കേട്ടോ. സോ ദ വൈബ്രേഷൻ ഓഫ് വിച്ച് ഓഫ് ദി ഫോളോയിങ് പാർട്ടിക്കിൾ കോസസ് ഓഡ് ഹാർമോണിക്സ്? മക്കളെ, എപ്പോഴും ഓഡ് ഹാർമോണിക്സ് ഷോ ചെയ്യുന്നത്, ഇത് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വേണ്ട, എപ്പോഴും എന്താണ്? ഒരു ക്ലോസ്ഡ് പൈപ്പിലായിരിക്കും കേട്ടോ. ഒരു ക്ലോസ്ഡ് ഓർഗൻ പൈപ്പിലായിരിക്കും എപ്പോഴും ഓഡ് ഹാർമോണിക്സ് വരുന്നത് കേട്ടോ. ഫിക്സഡ് ആയിട്ട് 2 ends ആണെങ്കിലും ഓപ്പൺ പൈപ്പ് ആണെന്നുണ്ടെങ്കിലും ഈ ഫിക്സഡ് ആയിട്ട് 2 ends വരുന്ന എല്ലാം ഈ പറഞ്ഞ ഓർ ഹാർമോണിക്സ് അല്ല, ഇവിടെ എല്ലാ ടൈപ്പ് ഓഫ് ഹാർമോണിക്സും വരും കേട്ടോ. ഓൾ ടൈപ്പ് ഓഫ് ഹാർമോണിക്സ് ഇവിടെ എല്ലാം വരും. പക്ഷേ ഓഡ് ഹാർമോണിക്സ് വരുന്നത് എവിടെ മാത്രമേ ഉള്ളൂ? ഒരു ക്ലോസ്ഡ് പൈപ്പിൽ മാത്രമേ എന്ത് വരത്തുള്ളൂ? ഓഡ് ഹാർമോണിക്സ് വരത്തുള്ളൂ. അത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വേണ്ട, സൗണ്ടിന് അത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വേണ്ട, ഇതോർത്തിരിക്കുക. ഓഡ് ഹാർമോണിക്സ് വരുന്നത് എപ്പോഴും എവിടെ ആയിരിക്കും? ഒരു സൈഡ് ക്ലോസ്ഡ് ആയിട്ടുള്ള പൈപ്പിലായിരിക്കും ഓഡ് ഹാർമോണിക്സ് വരുന്നത്. ഓപ്പൺ ആയിട്ടുള്ള പൈപ്പോ 2 ഫിക്സഡ് എൻഡിലോ ആണെന്നുണ്ടെങ്കിൽ അവിടെ എല്ലാ ടൈപ്പ് ഓഫ് ഹാർമോണിക്സും വരും. ഇവിടെ മാത്രമേ എന്ത് വരത്തുള്ളൂ? ഓഡ് ഹാർമോണിക്സ് വരത്തുള്ളൂ കേട്ടോ. ഓക്കെ. So next one, what is the approximate speed of sound in distilled water? Kada, what is the approximate speed of sound? Kada, speed of sound aane. Approximate speed of sound in distilled water. What is the approximate speed of sound in distilled water? Right? Distilled water nathulla speed of sound എത്ര ആയിരിക്കും? എത്രയാണ്? ഓർത്തോണം, 1498 മീറ്റർ/സെക്കൻഡ് ആണ് കേട്ടോ. 1498 മീറ്റർ/സെക്കൻഡ് അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ്ലി 1500 മീറ്റർ/സെക്കൻഡിലായിരിക്കും ഡിസ്റ്റിൽഡ് വാട്ടറിലുള്ള സൗണ്ടിൻ്റെ സ്പീഡ്. ലൈറ്റിൻ്റെ അല്ല, സൗണ്ടിൻ്റെ സ്പീഡ്. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ നമ്മൾ സൗണ്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ഓർത്തിരിക്കുക, സൗണ്ട് ഏറ്റവും കൂടുതൽ സ്പീഡിൽ ട്രാവൽ ചെയ്യുന്ന സോളിഡിലാണ്, പിന്നീട് ലിക്വിഡിലാണ്, അത് കഴിഞ്ഞിട്ടായിരിക്കും ആരെന്ന് പറഞ്ഞാൽ ഗേഷ്യസ് മീഡിയം. സോ സൗണ്ട് ട്രാവൽസ് ഫാസ്റ്റർ ഇൻ സോളിഡ്സ്, അത് കഴിഞ്ഞിട്ട് ലിക്വിഡ്, അത് കഴിഞ്ഞിട്ടാണ് എന്തെന്ന് പറഞ്ഞാൽ ഗേഷ്യസ് മീഡിയത്തിൽ സൗണ്ട് ട്രാവൽ ചെയ്യുന്നത്. സോ അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സോ മകളെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബാറ്റ് സെർച്ച് ഔട്ട് പ്രേ ആൻഡ് ഫ്ലൈ ഇൻ ഡാർക്ക് നൈറ്റ് ബൈ എമിറ്റിംഗ് ആൻഡ് ഡിറ്റക്ടിംഗ് ദ റിഫ്ലക്ഷൻ ഓഫ് വിച്ച് ടൈപ്പ് ഓഫ് സൗണ്ട്? ഇപ്പോൾ ഏത് സൗണ്ടിലാണ് എന്ത് ചെയ്യുന്നത്? ഏത് സൗണ്ട് വേവ് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ബാറ്റ്സ് ഒക്കെ എന്ത് ചെയ്യുന്നത്? അവരുടെ ഇരയെ പിടിക്കുന്നത്, അല്ലെങ്കിൽ അവർ ഈ പറഞ്ഞ കണക്ക് അവർ എങ്ങനെയാണ് ഫ്ലൈ ചെയ്ത് പോകുന്നത്? രാത്രി ഒരു കണ്ണൊന്നും കാണാൻ പറ്റത്തില്ല കേട്ടോ, ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് കാണാൻ പറ്റില്ല. പക്ഷേ അവർ സൗണ്ടിൻ്റെ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്? ഫ്ലൈ ചെയ്ത് പോകുന്നു, അവരെ പ്രേയെ പിടിക്കുന്നു. സോ അവിടെ യൂസ് ചെയ്യുന്ന വേവ് ആണ് എന്തെന്ന് പറഞ്ഞാൽ അൾട്രാസോണിക് വേവ് എന്ന് പറയുന്നത് കേട്ടോ മക്കളെ. അൾട്രാസോണിക് വേവ് എന്ന് പറയുന്നത്. സോ ഈ ഒരു പ്രോപ്പർട്ടിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് എക്കോ ലൊക്കേഷൻ എന്ന് വിളിക്കും കേട്ടോ. ഒരു സൗണ്ടിൻ്റെ എക്കോ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ആ ലൊക്കേഷൻ ട്രേസ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് എന്ത്? എക്കോ ലൊക്കേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത സോണിക് വേവ്സും ഹൈപ്പർസോണിക് വേവ്സും ഓർത്തോണം. ഈ ഇൻഫ്രാസോണിക് എന്നും അൾട്രാസോണിക് എന്നും പറയുന്നത്, ഇൻഫ്രാസോണിക് എന്നും അൾട്രാസോണിക് എന്നൊക്കെ പറയുന്നത് സൗണ്ടിൻ്റെ ഫ്രീക്വൻസിയെ ബേസ് ചെയ്തിട്ട് പറയുന്ന പേരാണ് കേട്ടോ. സൗണ്ടിൻ്റെ ഫ്രീക്വൻസി 20 ഹെർട്സിൽ താഴെയാണെങ്കിൽ അതിനെ നമ്മൾ ഇൻഫ്രാസോണിക് എന്ന് വിളിക്കും. അവിടെ അങ്ങനെ 20 kHz അല്ലെങ്കിൽ 20,000 ഹെർട്സിന് മുകളിലാണെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? അൾട്രാസോണിക് സൗണ്ട് വേവ് എന്ന് വിളിക്കും. ഇനി അടുത്തത് ഈ സോണിക്, ഹൈപ്പർസോണിക്, സബ്സോണിക് എന്ന് പറഞ്ഞാൽ സൗണ്ടിൻ്റെ സ്പീഡിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ് എന്തെന്ന് പറഞ്ഞാൽ. ആ സൗണ്ടിൻ്റെ സ്പീഡിനേക്കാളും, ഇത് സൗണ്ടിൻ്റെ സ്പീഡിനേക്കാളും
കുറച്ച് സ്പീഡിൽ ട്രാവൽ ചെയ്യുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് വിളിക്കുന്നത്? സബ്സോണിക് വേവ്സ് എന്ന് വിളിക്കുന്നത്. സൗണ്ടിന്റെ സ്പീഡിനേക്കാളും സ്പീഡ് കുറഞ്ഞ വേവ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സബ്സോണിക് വേവ്സ് എന്ന് വിളിക്കുന്നത്. ഇനി സൗണ്ടിന്റെ സ്പീഡിനേക്കാളും ഹയർ സ്പീഡിൽ പോകുന്ന വേവ്സിനെ നമ്മൾ വിളിക്കുന്ന പേര് സൂപ്പർ സോണിക് വേവ്സ് എന്നാണ് വിളിക്കുന്നത്. ഇനി സൗണ്ടിന്റെ സ്പീഡിനേക്കാളും വളരെ വലിയ സ്പീഡിലാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ അവനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറഞ്ഞാൽ ഹൈപ്പർ സോണിക് വേവ്സ് എന്ന് വിളിക്കുന്നത്. ഇനി സൗണ്ടിന്റെ സ്പീഡിൽ അതേ സെയിം സ്പീഡിൽ ട്രാവൽ ചെയ്യുന്ന ആ വേവ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സോണിക് വേവ്സ് എന്നൊക്കെ വിളിക്കുന്നത്. സോ ഓർത്തോണം, ഹൈപ്പർ സോണിക് വേവ്സ് എന്ന് പറഞ്ഞാൽ സൗണ്ടിന്റെ സ്പീഡിനേക്കാളും കൂടിയ സ്പീഡിൽ ട്രാവൽ ചെയ്യുന്ന വേവ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹൈപ്പർ സോണിക് വേവ്സ് എന്ന് വിളിക്കുന്നത്. ഇനി സൗണ്ടിന്റെ സ്പീഡിന്റെ അത്രയും തന്നെ സ്പീഡിൽ ട്രാവൽ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സോണിക് വേവ്സ് എന്ന് വിളിക്കുന്നത്. കേട്ടോ, അതിനെയാണ് നമ്മൾ സോണിക് വേവ്സ് എന്ന് വിളിക്കുന്നത്. ഹൈപ്പർ സോണിക് എന്ന് പറഞ്ഞാൽ സൗണ്ടിൽ വേവിനേക്കാളും വളരെ ഹൈ സ്പീഡിൽ ട്രാവൽ ചെയ്യുന്നതിനാണ്. അടുത്ത സബ്സോണിക് എന്ന് പറഞ്ഞാൽ സൗണ്ടിന്റെ സ്പീഡിനേക്കാളും വേഗത കുറഞ്ഞ വേവ്സിനെയാണ് നമ്മൾ സബ്സോണിക് വേവ്സ് എന്ന് വിളിക്കുന്നത്. സോ അത് കഴിഞ്ഞിട്ട് അൾട്രാസോണിക് വേവ്സ് എന്ന് പറഞ്ഞാൽ 20,000 ഹെർട്സിനേക്കാളും മുകളിലുള്ള വേവ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അൾട്രാസോണിക് വേവ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ക്ലിയർ? ക്ലിയർ. സോ നെക്സ്റ്റ് വൺ നോക്കട്ടെ. How long will the sound wave takes to travel 1.5 kilometer which has a frequency of 5 kilohertz and wavelength of 6 meter? അതായത് എന്തുമാത്രം ടൈം എടുക്കും ഒരു വേവിന്, എന്തുമാത്രം ടൈം എടുക്കും, എത്ര ട്രാവൽ ചെയ്യാൻ? 1.5 കിലോമീറ്റർ ഒരു സൗണ്ട് വേവിന് ട്രാവൽ ചെയ്യാൻ എത്ര സമയം എടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ അവിടുത്തെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എത്ര തന്നിട്ടുണ്ട്? ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 5 കിലോ ഹെർട്സ് എന്ന് തന്നിട്ടുണ്ട്. നമ്മളെ 5 കിലോ ഹെർട്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5000 ഹെർട്സ് ആണ് കേട്ടോ. 5 കിലോ ഹെർട്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5000 ഹെർട്സ് ആണ്. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ V = F × ലാംഡ കണ്ടോ. ആൻഡ് ഇവിടുത്തെ വേവ് ലെങ്ത് തന്നിട്ടുണ്ട്. ലാംഡയുടെ വാല്യൂ, ലാംഡയുടെ വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ വേവ് ലെങ്തിൻ്റെ വാല്യൂ എത്ര? 6 സെൻറ്റിമീറ്റർ. അല്ലെ 6 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6/100 മീറ്റർ ആണ്. കണ്ടോ, 6 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 6/100 മീറ്റർ ആണ്. സോ ഫ്രീക്വൻസി തന്നിട്ടുണ്ട് ആൻഡ് ഇവിടുത്തെ വേവ് ലെങ്ത് തന്നിട്ടുണ്ട് 6 സെൻറ്റിമീറ്റർ ആണ്. സോ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ സ്പീഡ് എത്രയാണ്? സ്പീഡ് = F × ലാംഡയാണ്. കണ്ടോ, F × ലാംഡയാണ് സ്പീഡിൻ്റെ ഇക്വേഷൻ. F എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5000 ആണ്. ഇൻറ്റു ലാംഡയുടെ വാല്യൂ 6/100 ആണ്. ഓർത്തോണം മക്കളെ, ഇതിനെല്ലാം നിങ്ങൾ SI യൂണിറ്റിൽ തന്നെ ചെയ്യണം കേട്ടോ. വേറെ യൂണിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടത്തില്ല. സോ ഇതും വെട്ടിപ്പോവും. വെട്ടിപ്പോകുമ്പോൾ നമ്മൾ ആൻസർ കിട്ടും 300 മീറ്റർ/സെക്കൻഡ് ആണ് ഇതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് കേട്ടോ. 300 മീറ്റർ/സെക്കൻഡ് ആണ് ഇതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ഹൗ ലോങ് എന്ന് പറഞ്ഞാൽ എന്തോടെ? ടൈമല്ലേ വന്നേക്കുന്നത്. ടൈം എന്ന് പറഞ്ഞാൽ എന്താ ഇക്വേഷൻ? ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. നിങ്ങൾ ഇവിടെ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. എത്രയാണ്? 1.5 കിലോമീറ്റർ. ഞാൻ പറഞ്ഞു ഇതിനെല്ലാം എന്ത് ചെയ്യണം? നിങ്ങൾ SI യൂണിറ്റിൽ ചെയ്യണം. നോക്കാം, 1.5 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര ഇതാണ്? 1500 മീറ്റർ ആണ്. കാരണം 1.5 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മീറ്റർ ആണ്? 1500 മീറ്റർ ആണ് അല്ലേ? 1500 മീറ്റർ ഡിവൈഡ് ബൈ ഇവിടുത്തെ സ്പീഡ് നമ്മൾ കണ്ടുപിടിച്ചു. എത്രയാണ്? 300 ആണ്. കണ്ടോ, അതായത് ഇതും വെട്ടിപ്പോവും. എത്രയാണ്? 15/3 എത്രയാണ്? 5 സെക്കൻഡ്സ് ആയിരിക്കും നമ്മുടെ ആൻസർ. ഓപ്ഷൻ ഡി 5 സെക്കൻഡ്സ് ആയിരിക്കും. ക്ലിയർ ആയോ? അപ്പോൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ചത്? V = F × ലാംഡ എന്നുള്ള ഇക്വേഷൻ. V = F × ലാംഡ. ഓർത്തോണം, V = F ലാംഡയാണ്. നമ്മളിത് ക്ലാസ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എൻ്റെ പ്രോബ്ലം നമ്മളിപ്പോഴാണ് ചെയ്യുന്നത്. ഒന്നും പ്രോബ്ലംസ് അതുകൊണ്ട് ചെയ്ത് നോക്കുക. V = F × ലാംഡയാണ്. ഫ്രീക്വൻസിയുടെ വാല്യൂ 5000 ആണ്. ലാംഡയുടെ വാല്യൂ എത്രയാണ്? 6/100 ആണ്. സോ അത് വെട്ടുമ്പോഴത്തേക്ക് നമുക്ക് 300 മീറ്റർ/സെക്കൻഡ് എന്നുള്ള രീതിയിൽ നമുക്ക് ആൻസർ കിട്ടും. ഇനി ടൈം എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. ഇവിടെ ഡിസ്റ്റൻസ് വന്നിരിക്കുന്നത് എത്രയാണ്? 1.5 കിലോമീറ്റർ ആണ്. 1.5 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1500 മീറ്റർ ഡിവൈഡ് ബൈ നമ്മൾ സ്പീഡ് ഇവിടെ ഓൾറെഡി കണ്ടുപിടിച്ചു. എത്രയാണ്? 300 മീറ്റർ/സെക്കൻഡ്. സോ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. എത്രയാണ്? 5 സെക്കൻഡ്സ് എന്ന് പറഞ്ഞ് നമുക്ക് ആൻസർ കിട്ടും. ക്ലിയർ ആയോ? ക്ലിയർ. ഓക്കെ, ശരി. നിങ്ങൾ എന്ത് ചെയ്യണം? ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് തനിയെ ചെയ്ത് നോക്കേ. തനിയെ ചെയ്ത് നോക്കിയിട്ട് ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക? നോക്കുക കേട്ടോ. വിച്ച് വേവ്സ് ഓസിലേറ്റ്സ് പാരലൽ ടു ദി മോഷൻ ഓഫ് ദി വേവ്? അവിടെ ഒരു മോഷൻ ഓഫ് ദി വേവിന് പാരലായിട്ട് എന്ത് ചെയ്യുന്ന മൂവ് ചെയ്യുന്ന വേവ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആ വേവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? എന്ത് വേവ്സ് ആണ്? അതിനെ പറയുന്ന പേരാണ് എന്ത്? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് എന്ന് വിളിക്കുന്നത് കേട്ടോ. അതിനെയാണ് നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് എന്ന് വിളിക്കുന്നത്. സോ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും. എന്താ? ഇങ്ങനെ കംപ്രസ് ചെയ്യും റെയർഫാക്ട് ചെയ്യും. സോ ഇങ്ങനെ കംപ്രസ് ചെയ്ത് പോകുന്ന ഈ ഒരു വേവ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്. ഓർത്തോണം, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ഇത് ഇങ്ങനെയാണ് പോകുന്നത്. സോ ആദ്യം ഇത് വലിയ ഭാഗം, പിന്നെ അതെന്ത് ചെയ്യും? അത് ഭയങ്കരമായിട്ട് കംപ്രസ് ചെയ്ത് വരും കണ്ടോ. പിന്നെ അത് വലുതാവും, പിന്നെ അതെന്ത് ചെയ്യും? കംപ്രസ് ചെയ്യും.
സോ ഇങ്ങനെ. ഇപ്പം ഇവിടെ വരുന്നത് കംപ്രഷനും എന്തുവാടെ പിന്നെ റെയറിഫാക്ഷനുമാണ് കേട്ടോ. കംപ്രഷൻസ് ആൻഡ് റെയറിഫാക്ഷൻസ് വഴിയാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഇവർ മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഓർത്തോണം മക്കളെ, കംപ്രഷൻ എന്ന് പറഞ്ഞാൽ ഹൈ പ്രഷർ ഏരിയ ആണ് കേട്ടോ. ഹൈ പ്രഷറാണ് കംപ്രഷൻ. അതായത് നമ്മളൊരു സാധനത്തിനെ കംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ഹൈ പ്രഷറാണ്. റെയറിഫാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ലോ പ്രഷറാണ് കേട്ടോ. ലോ പ്രഷർ. ഇതാണ് കംപ്രഷൻ റെയറിഫാക്ഷൻ. സോ നമ്മുടെ ആൻസർ എന്താണ്? ആൻസർ ഈസ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ആണ്. ഇനി നേരെ തിരിച്ചു പോകുന്ന വേവ് ആണെങ്കിലോ, നമ്മൾ തിരിച്ചത് ഇങ്ങനെയാണ് പോകുന്നതെങ്കിലോ, ഇതിൻ്റെ പാർട്ടിക്കിൾ ഇങ്ങനെയാണ് റിഫ്രാക്ട് ചെയ്ത് പോകുന്നതെങ്കിൽ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്ന പേരാണ് ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറയും കേട്ടോ. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് ട്രാൻസ്വേഴ്സ് വേവ്. സോ ഇതിനുള്ള എന്തൊക്കെയാണ്, എന്തൊക്കെയുണ്ടോ ഇവന് എന്തുണ്ട്, മേലോട്ടുള്ളതിനെ പറയുന്ന പേര് ക്രസ്റ്റ് എന്ന് പറയും, താഴോട്ടുള്ളതിനെ വിളിക്കുന്ന പേര് ട്രഫ് എന്ന് പറയും കേട്ടോ. ഇത് ക്രസ്റ്റും ട്രഫുമായിട്ടായിരിക്കും ഇത് പോകുന്നത്. സോ ട്രാൻസ്വേഴ്സ് വേവ്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന് പറഞ്ഞാൽ ആ വേവ്സിന് പ്രത്യേകിച്ച് ഒരു മീഡിയവും വേണ്ട പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ഒരു മീഡിയം വേണ്ടാത്ത ആ ഒരു വേവിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക്. അത് ലൈറ്റ് വേവ് ആണ് എന്തെന്ന് പറയുന്നത് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്നത്. ഇതിനെയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ന് പറയുന്നത്. ഓക്കെ. then അടുത്ത മക്കളെ മെക്കാനിക്കൽ വേവ്സ് എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ വേവ്സ് ആർ വേവ്സ് വിച്ച് റിക്വയർസ് എ മീഡിയം ഫോർ ഇറ്റ്സ് പ്രൊപ്പഗേഷൻ. അതിന് ഒരു മീഡിയം വേണമെങ്കിൽ അങ്ങനത്തുള്ള വേവ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് മെക്കാനിക്കൽ വേവ്സ് എന്ന് വിളിക്കുന്നത് കേട്ടോ. ഒരു മീഡിയം വേണം എന്ന് വേണ്ടുന്ന ഒരു വേവ് ആണ് എന്തെന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ വേവ് എന്ന് വിളിക്കുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയി. സോ നെക്സ്റ്റ് വൺ ചെയ്തൊക്കെ വൈറ്റ് ലൈറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് നോക്കുക. വൈറ്റ് ലൈറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ എന്തുവാണ് വൈറ്റ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ എക്സാമ്പിൾ ആണ്? ആൻസർ എന്തായിരിക്കും? വൈറ്റ് ലൈറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എന്തുവാടെ പോളിക്രോമാറ്റിക് ലൈറ്റ് കേട്ടോ. വൈറ്റ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ എക്സാമ്പിൾ ആണ്? ഒരു പോളിക്രോമാറ്റിക് ലൈറ്റിന് എക്സാമ്പിൾ ആണ്. സോ എന്താണ് ക്രോമാറ്റിക് ലൈറ്റ് അല്ലെങ്കിൽ പോളിക്രോമാറ്റിക് ലൈറ്റ്? മക്കളെ, ക്രോമ എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ മീനിങ് എന്താ? ക്രോമ മീൻസ് കളർ എന്നാണ് കേട്ടോ. ഇപ്പോൾ വൈറ്റ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ മോണോക്രോമാറ്റിക് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ കളറിനെ ആണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് മോണോക്രോമാറ്റിക് ലൈറ്റ് എന്ന് വിളിക്കുന്നത് കേട്ടോ. ഒരു സിംഗിൾ കളറിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് മോണോക്രോമാറ്റിക് ലൈറ്റ് എന്ന് വിളിക്കുന്നത്. ഇതിന് എന്ത് മാത്രമേ ഉള്ളൂ? ഒരു സിംഗിൾ കളർ മാത്രമേ ഉള്ളൂ. ക്ലിയർ ആയി? ഇനി പോളിക്രോമാറ്റിക് ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പോളിക്രോമാറ്റിക് ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അതിന് മൾട്ടിപ്പിൾ ആയിട്ടുള്ള കളറുണ്ട്. ഉദാഹരണം, നമ്മളെ വൈറ്റ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്തിനെ കമ്പോസ് ചെയ്തിട്ടാണ്? വിബ്ജിയോർ, VIBGYOR വിബ്ജിയോർ എന്നുള്ള 7 കളേഴ്സ് കമ്പൈൻ ചെയ്തിട്ടാണ് എന്ത് കിട്ടിയിരിക്കുന്നത്? നമുക്ക് വൈറ്റ് ലൈറ്റ് കിട്ടുന്നത്. അതുകൊണ്ടാണ് അവനെ പോളിക്രോമാറ്റിക്. പോളി എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ, ക്രോമ മീൻസ് കളർ, ഒന്നിൽ കൂടുതൽ കളേഴ്സ് ചേർന്നുണ്ടായ കളറാണ് ആരെന്ന് പറഞ്ഞാൽ വൈറ്റ് ലൈറ്റ് എന്ന് പറഞ്ഞത്. സോ അതുകൊണ്ടാണ് അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇറ്റ് ഈസ് നോൺ ആസ് എ പോളിക്രോമാറ്റിക് ലൈറ്റ് എന്ന് വിളിക്കുന്നത്. ഇനി മോണോക്രോമാറ്റിക് ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒറ്റ കളർ മാത്രമേ ഉള്ളൂ. ഉദാഹരണം എന്താണ്? റെഡ് എന്നുള്ള ലൈറ്റ്, റെഡിനകത്തൊരു ഒറ്റ കളറേ ഉള്ളൂ. അത് മോണോക്രോമാറ്റിക് ലൈറ്റ് ആണ് കേട്ടോ. സോ അടുത്ത ലേസർ ലൈറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു റേഡിയേഷനാണ് കേട്ടോ. ലേസർ ലൈറ്റ് എന്ന് പറഞ്ഞാൽ റേഡിയേഷനാണ്. ലേസർ എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ. ഇതിനെയാണ് നമ്മൾ ലേസർ എന്ന് വിളിക്കുന്നത് കേട്ടോ. ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ stimulated emission of radiation കണ്ടോ. ഇതിനെയാണ് നമ്മൾ ലേസർ എന്ന് വിളിക്കുന്നത് കേട്ടോ. അതും ഒരു ലൈറ്റാണ്. ക്ലിയർ സോ ഓക്കെ. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ലൈറ്റ് ഫ്രം വിബ്ജിയോർ ഹാസ് ദി മാക്സിമം എനർജി? ഇതിനകത്ത് വിബ്ജിയോറിനകത്ത് ഏറ്റവും മാക്സിമം എനർജി ഉള്ള ലൈറ്റ് ഏതാണ്? നിങ്ങൾ കാണുമ്പോൾ തന്നെ ചാടിക്കയറി റെഡ് കുത്തും. റെഡല്ല, നോക്കാം നമുക്ക്. അപ്പം മക്കൾ നോക്കിക്കോണം, നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു റൂളാണ് E = h/nu എന്നൊരു ഇക്വേഷൻ. സോ ഇത് കെമിസ്ട്രിക്കകത്തല്ല, ആക്ച്വലി ഇത് ഫിസിക്സിൻ്റെ ഇക്വേഷൻ തന്നെയാണ്.
നമ്മൾ ഓർത്തോണം എനർജി എന്ന് പറഞ്ഞാൽ എന്താണ് എച്ച് ന്യൂ എന്നാണ് നമ്മളിതിനെ വിളിക്കുന്നത് കേട്ടോ. ഇതിനെ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് എന്നാണ് എച്ചിനെ വിളിക്കുന്നത്. എച്ച് എന്ന് പറഞ്ഞാൽ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഓർത്തോണം എനർജി ഈസ് പ്രപ്പോർഷണൽ ടു എന്താണ് ഫ്രീക്വൻസിയാണ്. എനർജി എന്ന് പറഞ്ഞാൽ എന്താണ് ഫ്രീക്വൻസിക്ക് പ്രപ്പോർഷണൽ ആണ്. അപ്പോൾ ഓർത്തോണം മക്കളെ, എപ്പോഴും ഫ്രീക്വൻസി കൂടി ഇപ്പം നമ്മൾ വിബ്ജിയോറിനകത്ത് നമ്മളിപ്പോൾ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന എപ്പോഴും എന്താണ് റെഡിന് എന്തായിരിക്കും ഹയർ വേവ് ലെങ്ത് ആയിരിക്കും, അല്ലെങ്കിൽ ലോങ്ങർ വേവ് ലെങ്ത് ആയിരിക്കും. ഇതിന് എന്താണ് വേവ് ലെങ്ത് കൂടുതൽ ആർക്കായിരിക്കും? വേവ് ലെങ്ത് ഇവിടെ ഏറ്റവും കൂടുതലുള്ള ആർക്കാണ്? റെഡിനാണ്. സോ വേവ് ലെങ്ത് റെഡിന് കൂടുതലാണെങ്കിലും അവിടുത്തെ ഫ്രീക്വൻസി റെഡിന് എന്തായിരിക്കും? കുറവായിരിക്കും. ക്ലിയർ ആയോ? അതേ സമയത്ത് വയലറ്റിനെ സംബന്ധിച്ചിടത്തോളം വയലറ്റിന് വേവ് ലെങ്ത് വളരെ കുറവാണ്, പക്ഷെ വയലറ്റിൻ്റെ ഫ്രീക്വൻസി എന്താണ്? ഫ്രീക്വൻസി കൂടുതലാണ്. വയലറ്റിന് എന്ത് കൂടുതലാണ്? വയലറ്റ് ഹാസ് ഹയർ ഫ്രീക്വൻസി. വയലറ്റിന് ഫ്രീക്വൻസി കൂടുതലാണ്. റെഡിന് വേവ് ലെങ്ത് കൂടുതലാണ്, വയലറ്റിന് ഫ്രീക്വൻസി കൂടുതലാണ്. ഇപ്പം നമ്മുടെ ഇക്വേഷൻ അനുസരിച്ച് E = H nu എന്നാണ് ഇക്വേഷൻ. ഞാൻ പറഞ്ഞു എനർജി ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ഫ്രീക്വൻസി. ഫ്രീക്വൻസി കൂടിയ ആൾക്ക് എന്ത് കൂടുതലായിരിക്കും? ഇവിടെ എനർജി കൂടുതലായിരിക്കും കേട്ടോ. സോ അപ്പോൾ ഈ കൂട്ടത്തിൽ ഏറ്റവും ഫ്രീക്വൻസി കൂടുതലുള്ള ആർക്കാണ്? വയലറ്റിനാണ്. സോ വയലറ്റിനായിരിക്കും എന്തെന്ന് പറയുന്നത് മാക്സിമം എനർജി ഉള്ളത് കേട്ടോ. സോ വയലറ്റ് ഈസ് ഹാവിങ് ദ മാക്സിമം എനർജി. അപ്പോൾ ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ഉള്ള ആർക്കാണ്? റെഡിനാണ് മക്കളെ. റെഡിനാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ഉള്ളത്. റെഡിനാണ് വേവ് ലെങ്ത് ഉള്ളത്. അതിന് ഒരു തർക്കവും ഇല്ല. റെഡിന് തന്നെയാണ് ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ഉള്ളത്. അപ്പം റെഡിന് എന്ത് ചെയ്യും? റെഡിന് സ്കാറ്ററിങ് വളരെ കുറവായിരിക്കും. റെഡിന് എന്ത് കുറവായിരിക്കും? റെഡിന് സ്കാറ്ററിങ് വളരെ കുറവായിരിക്കും. അത് മാത്രമല്ല റെഡിന് കുറച്ചുകൂടി ലോങ്ങർ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ പറ്റും എന്നുള്ള 2 ഗുണമുണ്ട്. അതുകൊണ്ടാണ് റെഡ് ലൈറ്റിനെ നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യുന്നത്? റെഡ് ലൈറ്റിനെ നമ്മൾ വാർണിംഗ് സിഗ്നൽസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് അതുകൊണ്ടാണ്. കാരണം റെഡിന് സ്കാറ്ററിങ് ഭയങ്കര കുറവായിരിക്കും. കാരണം എന്താ? റെഡിന് വേവ് ലെങ്ത് കൂടുതലായതുകൊണ്ട് ചെറിയ ചെറിയ പാർട്ടിക്കിൾസിൽ തട്ടി റെഡ് എന്ത് ചെയ്യത്തില്ല? തെറിച്ച് പോകത്തില്ല. ഞാൻ പറയും ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് നമ്മുടെ യൂട്യൂബിലുണ്ട്. ലൈറ്റ് എന്നുള്ള ചാപ്റ്റർ കയറി നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. സോ ഞാൻ സമയം കളയുന്നില്ല. സോ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രാമൻ വാണ്ട്സ് യൂസ് എ റിയർ വ്യൂ മിറർ ഇൻ ഹിസ് വെഹിക്കിൾ. രാമന് എന്ത് ചെയ്യും? രാമനോ റമനാണോ എന്തുകൊണ്ടും വിളിക്കാം, കുഴപ്പമില്ല. സോ റമൻ അല്ലെങ്കിൽ രാമൻ ഹാസ് ടു യൂസ് എ റിയർ വ്യൂ മിറർ ഇൻ ഹിസ് വെഹിക്കിൾ. വിച്ച് ടൈപ്പ് ഓഫ് മിറർ ഷുഡ് ഹി പിക്ക്? എടാ നോക്കട്ടെ, റിയർ വ്യൂ മിററായിട്ട് യൂസ് ചെയ്യുന്ന മിറർ ഏതാണ്? നോക്കണേ മക്കളെ, റിയർ വ്യൂ മിററായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മിറർ നമ്മളെ വീടുകളിലൊക്കെ, വീടുകളിലല്ല നമ്മുടെ വണ്ടികളിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന റിയർ വ്യൂ മിറർ എപ്പോഴും ഓർത്തോണം. അത് എന്ത് മിറർ ആയിരിക്കും? ഒരു കോൺവെക്സ് മിറർ ആയിരിക്കും. എപ്പോഴും എന്തായിരിക്കും? ഒരു കോൺവെക്സ് മിറർ ആയിരിക്കും. അപ്പോൾ ഈ കോൺവെക്സ് മിററിൽ ഫോം ചെയ്യുന്ന ഇമേജിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാ? കോൺവെക്സ് മിററിനകത്ത് ഫോം ചെയ്യുന്ന ഇമേജിൻ്റെ പ്രത്യേകത അത് എന്തായിരിക്കും? അത് റിയൽ അല്ല, സോറി, അത് വിർച്വൽ ആയിരിക്കും, അത് ഇറക്റ്റ് ഇമേജ് ആയിരിക്കും, അത് എന്തായിരിക്കും? ഡിമിനിഷ്ഡ് ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും. ഡിമിനിഷ്ഡ് അല്ലെങ്കിൽ അത് സ്മോൾ സൈസ്ഡ് ഇമേജ് ആയിരിക്കും. എന്തായിരിക്കും? സ്മോൾ സൈസ്ഡ് ഇമേജ് ആയിരിക്കും. അപ്പോൾ വിർച്വൽ ആയിരിക്കും, ഇറക്റ്റ് ആയിരിക്കും, സ്മോൾ സൈസ് ഇമേജ് ആയിരിക്കും. അപ്പോൾ അതായത് നമ്മളൊരു റിയൽ വ്യൂ മിറർ യൂസ് ചെയ്യുവാണെങ്കിൽ അതിലെ ബാക്കിലുള്ള ആ വണ്ടികളുടെ എല്ലാം നമ്മൾ വ്യൂ എന്ത് ചെയ്യും? ഈ ഒരു റൗണ്ടിൽ നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് റിയർ വ്യൂ മിററിൻ്റെ ഏറ്റവും വലിയ പ്രയോജനം അതാണ് കേട്ടോ, റിയർ വ്യൂ മിറർ. സോ അത് മാത്രമല്ല, ഇത് നമ്മൾ ട്രാഫിക് മിറേഴ്സായിട്ടും ഇവരെ എന്ത് ചെയ്യാറുണ്ട്? യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ട്രാഫിക് മിറേഴ്സായിട്ടും നമ്മൾ ഇവരെ എന്ത് ചെയ്യാറുണ്ട്? യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. സോ ഈ റിയർ വ്യൂ മിററിനെ പറയുന്ന മറ്റൊരു പേര് ഡൈവേർജൻറ്റ് മിറർ എന്നാണ് കേട്ടോ. ഇതിനെ പറയുന്ന വേറൊരു പേരെന്താണ്? ഡൈവേർജൻറ്റ് മിറർ എന്ന് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഇവരെ പറയാറുണ്ട് കേട്ടോ. ഡൈവേർജൻറ്റ് മിറർ എന്ന് നമ്മൾ ഇവരെ പറയാറുണ്ട് കേട്ടോ. ഡൈവേർജൻറ്റ് മിറർ. സോ ട്രാഫിക് മിറേഴ്സ് നമുക്ക് അറിയത്തില്ല മക്കളെ. നമ്മൾ ഈ വലിയ വളവിലൊക്കെ വെക്കുന്ന ആ ഒരു മിറർ ഇല്ലേ, നമുക്ക് അപ്പുറത്ത് വളവിലൊക്കെ വണ്ടി കാണാൻ പറ്റുന്ന ആ ഒരു മിറർ, ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ട്രാഫിക് മിറേഴ്സ് എന്ന് വിളിക്കുന്നത്. സോ ട്രാഫിക് മിറേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നതും എല്ലാം എന്ത് മിററാണ്? ഈ പറഞ്ഞ കണക്ക് നമ്മുടെ കോൺവെക്സ് മിറേഴ്സ് ആണ് കേട്ടോ. സോ പിന്നെ മക്കളെ ഇനി നമുക്ക് യൂസ് ചെയ്യാം കോൺകേവ് മിററിന്റെ യൂസ് എന്തൊക്കെയാണ്? കോൺകേവ് മിറർ നമ്മൾ പറയുന്നുണ്ട്. കോൺകേവ് മിററിന്റെ കാര്യം എന്തൊക്കെയാണ്? കോൺകേവ് മിററിന്റെ യൂസസ് എന്തൊക്കെയാ? അതാ നോക്കുക. കോൺകേവ് മിറർ എന്ന് പറഞ്ഞാൽ എങ്ങനെ നിൽക്കുന്നത്? ഇങ്ങനെ നിൽക്കുന്ന മിററാണ് കോൺകേവ് മിറർ. അപ്പോൾ ഈ കോൺകേവ് മിറർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കൺവേർജൻറ്റ് മിററാണ് കേട്ടോ. എല്ലാ പോയിന്റ്സിലോട്ട് മീൻസ് ഇതിൽ പാരലായിട്ട് വരുന്ന എല്ലാം വന്ന് എന്ത് ചെയ്യും? ഒരു പോയിന്റ് കൺവേർജ് ചെയ്യും. സോ ഈ മിററിൻ്റെ പ്രത്യേകത, ഈ മിററിന് എല്ലാ ടൈപ്സ് ഓഫ് ഇമേജസും ഫോം ചെയ്യാൻ പറ്റും കേട്ടോ. എല്ലാ ടൈപ്സ് ഓഫ് ഇമേജസും ഫോം ചെയ്യാൻ പറ്റുന്ന മിററാണ് ആരെന്ന് പറയുന്നത്? ഒരു കോൺകേവ് മിറർ എന്ന് പറയുന്നത്. സോ ഇതിനകത്തുള്ള എല്ലാ ആപ്ലിക്കേഷനകത്ത് വരും. ഈ പറഞ്ഞ കണക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന കണ്ണാടി, നമ്മുടെ ഷേവിങ് മിറേഴ്സ്,
നമ്മുടെ ഷേവിങ് മിറേഴ്സായിട്ട് ആരെ യൂസ് ചെയ്യാറുണ്ട്? ഈ പറയുന്ന കോൺകേവ് മിററിനെ യൂസ് ചെയ്യാറുണ്ട്, ഷേവിങ് മിറേഴ്സ്. ഞാൻ പറഞ്ഞില്ല, ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് എല്ലാം നമ്മുടെ ക്ലാസ്സിൽ കിടപ്പുണ്ട്, നിങ്ങൾ നോക്കുക കേട്ടോ. ENTs യൂസ് ചെയ്യുന്ന മിറേഴ്സ്, ഡെന്റിസ്റ്റുകൾ യൂസ് ചെയ്യുന്ന മിറേഴ്സ്, പിന്നെ സോളാർ ഫർണസിൽ യൂസ് ചെയ്യുന്ന മിറേഴ്സ്. ഈ എല്ലാ മിറേഴ്സും എന്താണ്? ഷേവിങ് മിറേഴ്സും ENT യൂസ് ചെയ്യുന്നതാണെങ്കിലും ഡെന്റിസ്റ്റ് യൂസ് ചെയ്യുന്നതാണെങ്കിലും സോളാർ ഫർണസ് യൂസ് ചെയ്യുന്നതാണെങ്കിലും മിറേഴ്സ് എല്ലാം എന്ത് ടൈപ്പ് ഓഫ് മിററാണ്? അവെല്ലാം കോൺകേവ് മിററാണ്. ഓക്കെ, അപ്പോൾ നോക്കുക. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ആൻസർ എന്താ? വിച്ച് ടൈപ്പ് ഓഫ് മിറർ ഈസ് യൂസസ് റിയർ വ്യൂ മിറർ. റിയർ വ്യൂ മിററായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മിറേഴ്സ് ഏത് മിറേഴ്സ് ആണ്? കോൺവെക്സ് മിറേഴ്സ് ആണ് കേട്ടോ. കോൺവെക്സ് മിറേഴ്സ് ആണ് നമ്മൾ റിയർ വ്യൂ മിറേഴ്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. MIRROR കേട്ടോ, ഇത് 6 ആണ്, സ്പെല്ലിംഗ് വരുന്നത് 6 ആണ്. സോ മക്കളെ, പ്ലെയിൻ മിറർ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട്? പ്ലെയിൻ മിറർ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ വീടുകളിൽ യൂസ് ചെയ്യുന്ന സാധാരണ യൂസ് ചെയ്യുന്ന പ്ലെയിൻ ആയിട്ടുള്ള കണ്ണാടിയാണ് നമ്മൾ പ്ലെയിൻ മിറർ എന്ന് യൂസ്. അപ്പോൾ പ്ലെയിൻ മിററിനകത്ത് എപ്പോഴും എന്താണ്? സെയിം സൈസ്ഡ് ഇമേജ് ആയിരിക്കും വരുന്നത് കേട്ടോ. പ്ലെയിൻ മിററിനകത്ത് എപ്പോഴും സെയിം സൈസ്ഡ് ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും വരുന്നത്. അത് ഓർത്തോണം, അത് വിർച്വൽ ആയിരിക്കും, എന്തുമായിരിക്കും മക്കളെ? റിയലും ആയിരിക്കും. ഈ കാര്യങ്ങൾ ഒന്ന് ഓർത്ത് ചെയ്താൽ മതി കേട്ടോ. സെയിം സൈസിലായിരിക്കും, വിർച്വൽ ആയിരിക്കും, എന്തായിരിക്കും? അത് റിയലും ആയിരിക്കും കേട്ടോ. അത്രേ ഉള്ളൂ. So next one, an image formed by a convex mirror is always, ഞാൻ പറഞ്ഞു എല്ലായ്പ്പോഴും ഒരു കോൺവെക്സ് മിററിനകത്ത് ഫോം ചെയ്യുന്ന ഇമേജ് എന്ന് പറഞ്ഞാൽ എന്തുമായിരിക്കും ഇവിടെ? എല്ലായ്പ്പോഴും ഒരു കോൺവെക്സ് മിററിനകത്ത് ഫോം ചെയ്യുന്ന ഇമേജ്, ഞാൻ പറഞ്ഞു ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും എന്തായിരിക്കും അത് എന്തായിരിക്കും? വിർച്വൽ ആൻഡ് ഇറക്റ്റ് ആയിരിക്കും കേട്ടോ. ഓപ്ഷൻ സി, വിർച്വൽ ആൻഡ് ഇറക്റ്റ് ആയിരിക്കും. വിർച്വലും ഇറക്റ്റും ആയിരിക്കും. അതെപ്പോഴും എന്തായിരിക്കും? സ്മോൾ സൈസ്ഡ് ആയിട്ടുള്ള ഇമേജസ് ആയിരിക്കും. വിർച്വൽ ആയിരിക്കും, ഇറക്റ്റ് ആയിരിക്കും, സ്മോൾ സൈസ് ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും. എപ്പോഴും ഓർത്തോളം, വിർച്വലും ഇറക്റ്റും എപ്പോഴും ഒരേ പേരായിട്ടേ വരത്തുള്ളൂ കേട്ടോ. വിർച്വലും ഇറക്റ്റും എപ്പോഴും ഒരേ പേരായിരിക്കും. അവിടെ എങ്ങനെ? റിയലും ഇൻവേർട്ടഡും അതും എപ്പോഴും എന്തായിരിക്കും? ഒരേ പേരായിരിക്കും കേട്ടോ. റിയൽ ആൻഡ് ഇൻവേർട്ടഡ് എപ്പോഴും ഒരു പേരായിരിക്കും. വിർച്വൽ ആൻഡ് ഇറക്റ്റും എപ്പോഴും ഒരേ പേരായിരിക്കും. അപ്പോൾ അതും കൂടി ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. സോ ബാക്കി ഇതെല്ലാം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ക്ലാസ് തന്നിട്ടുണ്ട്. സോ നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. സോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇമ്പോർട്ടൻ്റ് നല്ലൊരു ക്വസ്റ്റ്യൻ നോക്കളെ. സോ നോക്കേ, എ കോൺകേവ് സർക്കിൾ മിറർ ഹാസ് എ പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് 15 മീറ്റർ. അതിൻ്റെ പ്രിൻസിപ്പൽ ഫോക്കസ് എത്രയാണ്? 15 മീറ്റർ ആണ്. ആൻഡ് ഒബ്ജക്ട് ഈസ് പ്ലേസ്ഡ് 30 സെന്റിമീറ്റർ അവേ ഫ്രം ദി പോൾ ഇൻ ഫ്രണ്ട് ഓഫ് ദി മിറർ ഓൺ ദി പ്രിൻസിപ്പൽ ആക്സിസ്. വാട്ട് വിൽ ബി ദി നേച്ചർ ഓഫ് ദി ഇമേജ്? ആ ഇമേജിൻ്റെ നേച്ചർ എത്രയായിരിക്കും? അപ്പോൾ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കണം എന്ന് പറഞ്ഞ 3 പൊസിഷനാണ്. ഒന്ന് അറ്റ് ഇൻഫിനിറ്റി, ഒന്ന് അറ്റ് സി, അറ്റ് ഇൻഫിനിറ്റി അല്ല, ഒന്ന് അറ്റ് സി, പിന്നീട് 2 അറ്റ് എഫ്, പിന്നെ 3ാമത് ബിറ്റ്വീൻ എഫ് ആൻഡ് പി. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കേണ്ട കാര്യം, ഇത് നിങ്ങൾ പേന പോലും എടുക്കാൻ നിങ്ങൾക്ക് ആൻസർ ചെയ്യും. ഇതെവിടെ നോക്കട്ടെ, ഇതിൻ്റെ സ്പെറിക്കൽ മിററിൻ്റെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ 15 സെൻറ്റിമീറ്റർ ആണെങ്കിൽ, അല്ലേ? ഇതിൻ്റെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ 15 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇതിൻ്റെ സെൻറ്റർ ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? ഇവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, C is equal to 2F. സെൻറ്റർ ഓഫ് കർവേച്ചർ അല്ലെങ്കിൽ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 2 times ഫോക്കസ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഫോക്കസ് പോളിൽ നിന്ന് 15 സെൻറ്റിമീറ്റർ ആണെങ്കിൽ സെൻറ്റർ ഓഫ് കർവേച്ചർ എത്ര സെൻറ്റിമീറ്റർ ആയിരിക്കും മക്കളെ? 30 സെൻറ്റിമീറ്റർ ആയിരിക്കും കേട്ടോ. 30 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇനി നിങ്ങൾ നോക്കേ, ആ ഒബ്ജക്റ്റിനെ എവിടെ പ്ലേസ് ചെയ്തേക്കുന്നത്? 30 സെൻറ്റിമീറ്റർ എവേ ഫ്രം ദി മിറർ. ആ മിററിൻ്റെ 30 സെൻറ്റിമീറ്ററിലാണ്. അതായത് എന്താണ്? ഇത് മിറർ ആണെങ്കിൽ ആ മിററിൻ്റെ എവിടാണ്? സെൻറ്റർ ഓഫ് കർവേച്ചറിലാണ് കൊണ്ടുവന്ന് എന്ത് വെച്ചേക്കുന്നത്? ഒബ്ജക്റ്റ് വെച്ചേക്കുന്നത്. അപ്പോൾ നോക്ക് മക്കളെ, ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എന്താ? സെൻറ്റർ ഓഫ് കർവേച്ചറിലാണ് നമ്മുടെ ഒബ്ജക്റ്റ് ഇരിക്കുന്നതെങ്കിൽ, ഇഫ് ദി ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് ദി സെൻറ്റർ ഓഫ് കർവേച്ചറിലാണ് നമ്മുടെ ഒബ്ജക്റ്റ് ഇരിക്കുന്നതെങ്കിൽ ഇമേജ് ഫോം ചെയ്യുന്ന എവിടെ തന്നെ ആയിരിക്കും? സെൻറ്റർ ഓഫ് കർവേച്ചറിൽ തന്നെ ആയിരിക്കും നമ്മുടെ ഇമേജ് ഫോം ചെയ്യുന്ന. ആ ഇമേജ് എപ്പോഴും സെയിം സൈസ്ഡ് ആയിരിക്കും, അതെപ്പോഴും ഇൻവേർട്ടഡ് ആയിരിക്കും, അതെപ്പോഴും എന്തായിരിക്കും? റിയലും ആയിരിക്കും. ഓർത്തോണം. സോ നമ്മുടെ ആൻസർ എന്താണ്? റിയൽ, ഇൻവേർട്ടഡ് ആൻഡ് സെയിം സൈസ്. ഓർത്തോണം മക്കളെ, സെൻറ്റർ ഓഫ് കർവേച്ചറിൽ തന്നെയാണ് നമ്മൾ ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നതെങ്കിൽ ഇമേജ് ഫോം ചെയ്യുന്നതും എവിടെ തന്നെ ആയിരിക്കും? സെൻറ്റർ ഓഫ് കർവേച്ചറിൽ തന്നെ ആയിരിക്കും. ഇനി നമ്മൾ ഫോക്കസിലാണ് നമ്മൾ ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നതെങ്കിൽ ഇമേജ് ഫോം ചെയ്യുന്നത് എവിടെ ആയിരിക്കും? ഇൻഫിനിറ്റിയിലായിരിക്കും. ഓർത്തോണം, ഇഫ് ദി ഒബ്ജക്റ്റ് ഈസ് പ്ലേസ് അറ്റ് ദി ഫോക്കസിലാണ് നമ്മൾ ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നതെങ്കിൽ ഇൻഫിനിറ്റിയിലായിരിക്കും എന്ത് ഫോം ചെയ്യുന്ന? ഇമേജ് ഫോം ചെയ്യുന്നത്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെച്ചേക്കണം കേട്ടോ. സോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ ഇങ്ങനെയാണ് നമ്മളിത് ചെയ്യേണ്ടത്. ഇതിനകത്ത് നമ്മൾ ഈ പറയുന്നത് 1/v - 1/v + 1/u = 1/f എന്നുള്ള ഫോമുല ഒന്നും നമ്മൾ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ ഓർക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. ഒബ്ജക്റ്റ് എത്രയാണ്? ഒബ്ജക്റ്റ് 30 സെൻറ്റിമീറ്ററിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്.
എന്ന് പറഞ്ഞാൽ അത് എവിടെയാണ്? അറ്റ് സെൻറ്റർ ഓഫ് കർവേച്ചർ ആണ്. അറ്റ് സെൻറ്റർ ഓഫ് കർവേച്ചർ ആണെങ്കിൽ മക്കളെ അതിൻ്റെ ഇമേജ് എപ്പോഴും എന്തായിരിക്കും? സെയിം സൈസിലായിരിക്കും, റിയൽ ആയിരിക്കും, ഇൻവേർട്ടഡ് ആയിരിക്കും കേട്ടോ. സോ ഓർത്തിരിക്കുക. സോ നെക്സ്റ്റ് വൺ, the absolute refractive index of dash is 2.42. absolute refraction index of എന്താണ്? ഡയമണ്ടിന്റെ absolute refractive index ആണ് എത്ര എന്ന് പറയുന്നത്? 2.42 എന്ന് പറയുന്നത്. ക്ലിയർ ആണ്? അപ്പോൾ മക്കളെ absolute refractive index എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ദി എയർ ഓർ വാക്യൂം ടു ദി സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ദി മീഡിയം. അതിനെയാണ് നമ്മൾ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അല്ലെങ്കിൽ വേറെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് വിളിക്കുന്നതാണ്. എന്തുകൊണ്ടാണ് ഈ 2.42 ചോദിച്ചതെന്ന് പറഞ്ഞാൽ ഈ ഡയമണ്ടിലാണ് ഏറ്റവും കൂടുതൽ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള ആർക്കാണ്? ഡയമണ്ടിനാണ്. അതിൻ്റെ വാല്യൂ ആണ് എന്തെന്ന് പറയുന്നത്? 2.42. അതായത് ഡയമണ്ടിലായിരിക്കും ഏറ്റവും ലൈറ്റ് ഏറ്റവും സ്ലോവറായിട്ട് ട്രാവൽ ചെയ്യുക. അല്ലെങ്കിൽ ദ സ്ലോവസ്റ്റ് സ്പീഡ് ഓഫ് ലൈറ്റ് ഈസ് നോട്ടഡ് ഇൻ ഡയമണ്ട്. ഡയമണ്ടിലാണ് ലൈറ്റിൻ്റെ ഏറ്റവും സ്ലോവർ സ്പീഡ് നോട്ട് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ഡയമണ്ടിലാണ് ലൈറ്റ് ഏറ്റവും സ്ലോ ആയിട്ട് ട്രാവൽ ചെയ്യുന്ന അതിൻ്റെ വാല്യൂ ആണ്, അതിൻ്റെ റിഫ്ലാക്റ്റീവ് ഇൻഡെക്സ് ആണ് എത്ര എന്ന് പറയുന്നത്? 2.42 എന്ന് പറയുന്നത് കേട്ടോ. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. സോ ദി നെക്സ്റ്റ് വൺ, ദ പവർ ഓഫ് ലെൻസ് ഈസ് മെഷേർഡ് ഇൻ. നമ്മൾ നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. പവർ ഓഫ് എ ലെൻസ് ഈസ് മെഷേർഡ് ഇൻ എന്തോടെ? ഡയോപ്റ്റർ ആണ് കേട്ടോ. ഡയോപ്റ്റർ ആണ് പവർ ഓഫ് എ ലെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്തോണം, പവർ ഓഫ് എ ലെൻസ് എന്ന് പറഞ്ഞാൽ 1/ഫോക്കൽ ലെങ്ത് മീറ്ററിൽ എക്സ്പ്രസ്ഡ് ഇൻ മീറ്റർ. ഇതാണ് പവറിൻ്റെ ഇക്വേഷൻ. പവർ ഇസ് ഈക്വൽ ടു 1/ഫോക്കൽ ലെങ്ത് എക്സ്പ്രസ്ഡ് ഇൻ മീറ്റർ. സപ്പോസ് മക്കളെ ഇപ്പോൾ ഫോക്കൽ ലെങ്ത് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഒരു 50 സെൻറ്റിമീറ്റർ എന്നോ 25 സെൻറ്റിമീറ്റർ എന്നോ 20 സെൻറ്റിമീറ്റർ എന്നോ മറ്റോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പവർ കണ്ടുപിടിക്കാൻ വേണ്ടി ഇക്വേഷൻ ഇത് യൂസ് ചെയ്താൽ മതി കേട്ടോ. 100/f ഇഫ് ഇറ്റ് ഈസ് ഗിവൺ ഇൻ സെൻറ്റിമീറ്റേഴ്സ്. സെൻറ്റിമീറ്ററിലാണ് തരുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 100/f ചെയ്താൽ മതി. ഇനി ഫോക്കസിൻ്റെ വാല്യൂ ഇവർ പറയുകയാണ് 1 മീറ്റർ ആണ്, അല്ലെങ്കിൽ f = 0.5 മീറ്റർ ആണ്. ഇങ്ങനെയൊക്കെ തരുവാണെങ്കിൽ, മീറ്ററിൽ തരുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? 1/f ചെയ്യുക. ഓർത്തോണം മക്കളെ, പവറിൻ്റെ വാല്യൂ, അതായത് ഒരു ലെൻസിനാണ് നമ്മളെപ്പോഴും പവർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കോൺവെക്സ് ലെൻസിന്, അതായത് കോൺവെക്സ് ലെൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ് കോൺവെക്സ് ലെൻസ് കണ്ട. ഈ കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും? റൈറ്റ് സൈഡിലായിരിക്കും കേട്ടോ. സോ അതുകൊണ്ട് ഒരു കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കസ് പോസിറ്റീവ് ആയിരിക്കും. ഫോക്കസ് പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ പവറും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഓർത്തോണം, പോസിറ്റീവ് പവർ ലെൻസ് എന്ന് പറഞ്ഞാൽ എന്ത് ലെൻസാണത്? അതൊരു കോൺവെക്സ് ലെൻസ് ആണ്. എന്തെന്ന് പറഞ്ഞാൽ പോസിറ്റീവ് പവർ ലെൻസ് എന്ന് പറയുന്നത്. സോ ഇത് അത് കണക്ക് തന്നെ ഒരു കോൺകേവ് ലെൻസ് ആണെങ്കിൽ അവൻ്റെ ഫോക്കസ് വരുന്നത് ഇവിടാണ് കേട്ടോ. ഇവിടെ ആയിരിക്കും ഫോക്കസ് വരുന്നത്. കണ്ടോ, ലെഫ്റ്റ് സൈഡിലായിരിക്കും അതിൻ്റെ ഫോക്കസ് വരുന്നത്. സോ ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഫോക്കസ് നെഗറ്റീവ് ആയിരിക്കും, അതിൻ്റെ പവറും എന്തായിരിക്കും മക്കളെ? നെഗറ്റീവ് ആയിരിക്കും. ഇതൊക്കെ പഠിച്ചു വെച്ചോണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നെഗറ്റീവ് പവറുള്ള ലെൻസ് എന്ന് പറഞ്ഞാൽ ഏത് ലെൻസാണ്? കോൺകേവ് ലെൻസ് ആണ്. പോസിറ്റീവ് പവറുള്ള ലെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺവെക്സ് ലെൻസ് ആണ് കേട്ടോ. സോ പവർ ഓഫ് എ ലെൻസ് എന്ന് പറഞ്ഞാൽ SI യൂണിറ്റ് ഓഫ് പവർ ഓഫ് എ ലെൻസ് എന്താണ്? ഡയോപ്റ്റർ ആണ് കേട്ടോ. SI യൂണിറ്റ് ഓഫ് പവർ ഓഫ് എ ലെൻസ് ഈസ് ഡയോപ്റ്റർ ആണ് SI യൂണിറ്റ് ഓഫ് പവർ ഓഫ് ലെൻസ് എന്ന് പറയുന്നത് കേട്ടോ. സോ മക്കളെ, അങ്ങനെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ ഇവിടെ നോക്കുക. വാട്ട് വിൽ ബി ദി ഫോക്കൽ ലെങ്ത് ഓഫ് എ കോൺവെക്സ് ലെൻസ് വിത്ത് എ പവർ +2 ഡയോപ്റ്റർ. അവിടെ +2 ഡയോപ്റ്റർ എന്ന് പറഞ്ഞാൽ ഇത് എന്ത് ലെൻസാണ്? +2 ആണെങ്കിൽ ഞാൻ പറഞ്ഞു ഇത് എന്ത് ലെൻസാണ്? ഇതൊരു കോൺവെക്സ് ലെൻസ് ആണ്. കണ്ടോ, കോൺവെക്സ് ലെൻസ്. ഏത് ടൈപ്പ് ഓഫ് ലെൻസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ണുടച്ച് പറയാം. പ്ലസ് ആണെങ്കിൽ അത് കോൺവെക്സ് ലെൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ എന്താ? F = ഇവിടെ എല്ലാം തന്നിരിക്കുന്നത് എന്തിനാടെ? സെൻറ്റിമീറ്ററല്ലേ ഫോക്കസ് തന്നിരിക്കുന്നത്? എല്ലാം എന്തിനാടെ? സെൻറ്റിമീറ്ററല്ലേ മക്കളെ? സെൻറ്റിമീറ്ററല്ലേ? ഓക്കെ, സെൻറ്റിമീറ്ററിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇക്വേഷൻ എന്താ? പവർ ഇസ് ഈക്വൽ ടു, ഞാൻ പറഞ്ഞു എന്താണ്? 100/f ആണ്. പവർ ഇസ് ഈക്വൽ ടു എന്താണ്? 100/f ആണ്. സോ നിങ്ങൾ എന്ത് ചെയ്യുക? വാല്യൂ കൊടുത്താൽ മതി. സോ F = 100 എന്താണ്? 100/2.5. സോ എത്ര രൂപയുടെ ഇത്? 40 സെൻറ്റിമീറ്റർ. കണ്ടോ, ആൻസർ ഇസ് എത്രയാണ്? 40 സെൻറ്റിമീറ്റർ. അപ്പോൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്താലുള്ള ഗുണം, നമുക്ക് ഡയറക്റ്റ് സെൻറ്റിമീറ്ററിലുള്ള ആക്സസ് നമുക്ക് ഡയറക്റ്റ് കിട്ടും കേട്ടോ. സെൻറ്റിമീറ്റർ ഉണ്ടെങ്കിൽ സെൻറ്റിമീറ്റർ ആണ് കിട്ടുന്നത്. മീറ്ററിലോട്ടൊന്നും കൺവേർട്ട് ചെയ്ത് നിങ്ങൾ ചെയ്യാൻ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. സെൻറ്റിമീറ്റർ ആണെങ്കിൽ 100/f അങ്ങ് യൂസ് ചെയ്താൽ മതി, വേറെ കാര്യമൊന്നുമില്ല കേട്ടോ. സോ ആൻസർ ഈസ് എത്രയാണ്? 40 സെൻറ്റിമീറ്റർ ആണ്. 40 സെൻറ്റിമീറ്റർ +40 സെൻറ്റിമീറ്റർ ആണ്. ക്ലിയറായി. സോ നെക്സ്റ്റ് വൺ, the total number of image formed by two mirrors inclined at an angle 120 degree is.
സോ ഇതിൻ്റെ വാല്യൂ എങ്ങനെയാണ്? ഇതെപ്പോഴും ചോദിച്ചുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. സോ അങ്ങനെയാണെങ്കിൽ മക്കളെ ഓർത്തണം, നമ്പർ ഓഫ് ഇമേജസിൻ്റെ ഇക്വേഷൻ 360/n-1 ആണ് കേട്ടോ. 360/n-1 n അല്ല, സോറി, 360/θ. n is equal to 360/θ കഴിഞ്ഞിട്ട് -1 ചെയ്യുക കേട്ടോ. ഇത് ഇതിൻ്റെ സിമെട്രിക്കൽ കേസും അസിമെട്രിക്കൽ കേസും ഒക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് സിമെട്രിക്കൽ കേസ് മാത്രമേ ഉള്ളൂ. സോ നമുക്ക് എന്ത് ചെയ്താൽ മതി, നമുക്ക് പഠിക്കാനുള്ളത് ഇത് പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ലെങ്കിൽ ഇതെന്തായിട്ട് നിങ്ങൾ എടുക്കുക, സിമെട്രിക്കൽ കേസായിട്ട് തന്നെ അങ്ങ് എടുക്കുക കേട്ടോ. സിമെട്രിക്കൽ കേസായിട്ട് തന്നെ എടുക്കുക. ഇത് നിങ്ങൾ നെറ്റിൽ നോക്കുവാണെങ്കിൽ ചിലയിടത്ത് ഓഡ് നമ്പർ വരുവാണെങ്കിൽ 360/θ ചെയ്താൽ മതി എന്നൊക്കെ പറയും. നിങ്ങളതൊന്ന് ഫോളോ ചെയ്യണം. നമുക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഇങ്ങനെ മാത്രമേ ഉള്ളൂ കേട്ടോ. 360/θ-1 ഇതാണ് NCERT ഉള്ള ഫോമുല. NCERT ടെക്സ്റ്റിലുള്ള ഫോമുല ഇത് തന്നെയാണ്. അപ്പോൾ എല്ലാം സിമെട്രിക്കൽ കേസ് തന്നെയാണ് കേട്ടോ. സോ നമ്മുടെ ഇക്വേഷൻ എന്തുവാണ്? n is equal to 360/120-1 ആണ് കേട്ടോ. 360/120-1. സോ ഇതും വിട്ടുമ്പോൾ എത്ര? 3. ആൻസർ 3 - 1 is equal to 2 ആയിരിക്കും കേട്ടോ. 2 ആയിരിക്കും. ക്ലിയർ? ആൻസർ ഈസ് ഓപ്ഷൻ ബി 2 ആണ്. സോ മക്കളെ ഇത് 90 ഡിഗ്രി ആണെങ്കിലോ? 90 ഡിഗ്രി ആണെങ്കിൽ എങ്ങനെ ചെയ്യുന്നത്? 90 ആണെങ്കിൽ നോക്കാം, 360/90-1 ആണ്. സോ ഇത് എത്ര വരും? ഇത് 4 വരും. സോ ആൻസർ 4 - 1 is equal to 3 ഇമേജ്. അതായത് നമ്മളിങ്ങനെ ഒബ്ജക്റ്റിനെ എങ്ങനെ പ്ലേസ് ചെയ്യാണ്? ഇത് നമ്മൾ 90 ഡിഗ്രിയാണ് വരുന്നെങ്കിൽ ഇവിടെ ഒരു ഇമേജ് ഫോം ചെയ്യുകയാണെങ്കിൽ ഇതാ ഇതിൻ്റെ ഇമേജ് ഇവിടെയും വരും, ഇതാ ഇവിടെയും വരും, പിന്നീട് എന്ത് ചെയ്യും, ഇതാ ഇവിടെയും വരും ഇമേജ്. സോ ഇങ്ങനെയാണ് ഇതിൻ്റെ ഇമേജ് ഫോം ചെയ്യുന്നത് കേട്ടോ. അതിൻ്റെ ഫോർമേഷൻ ഒന്നും വേണ്ട. സോ അങ്ങനെ 1, 2, 3 ഇമേജസ് ഇവിടെ ഫോം ചെയ്യും. സോ ഇത് നിങ്ങൾ ഓർത്താൽ മതി. ഞാൻ പറഞ്ഞത് 360/θ-1 എന്നുള്ള ഇക്വേഷൻ നിങ്ങൾ ഫോളോ ചെയ്താൽ മതി കേട്ടോ. ഇത് സിമെട്രിക്കലായിട്ട് തന്നെയാണ് വെക്കുന്നത് എന്നുള്ള അസംഷന് നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. സോ ആൻസർ ഈസ് എത്രയാണ്? ഇതിൻ്റെ ആൻസർ എത്ര? 360/120-1. സോ ആൻസർ 3 - 1 is equal to എത്രയാണ്? 2 ആയിരിക്കും. സോ 2 ആണ് ആൻസർ ഈസ് 2. ക്ലിയർ? ക്ലിയർ? ഓർത്തോണം, ഒരു 2 മിറേഴ്സ് തമ്മിൽ ഇങ്ങനെ ആംഗിൾ ഇങ്ങനെ അടുക്കും തോറും ഉണ്ടാകുന്ന ഇമേജസിന് എണ്ണം കൂടി വരും. അപ്പോൾ ഇത് 180 ഡിഗ്രിയിലാണ് നിൽക്കുന്നെങ്കിലോ, നിങ്ങൾ നോക്കണേ, 2 മിറേഴ്സ് 180 ഡിഗ്രി ആയിട്ട് വരുന്നെങ്കിൽ ഇത് എത്ര ആയിരിക്കും? ഇത് ഒറ്റ മിററായിട്ടായിരിക്കും ഇത് ആക്ട് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇക്വേഷൻ ആലോചിച്ച് നോക്കേ, 360/180-1. സോ അതായിരിക്കും 2 - 1 is equal to എത്രയാണ്? 1 ഇമേജ്, ഒറ്റ ഇമേജ് ഇവിടെ ഫോം ചെയ്യത്തുള്ളൂ. സോ ഇത് 2 മിറർ ഒന്നിച്ച് വെക്കുവാണെങ്കിൽ ഇതില്ല. ഈ മിറർ എത്ര ഇങ്ങനെ ഇരുന്നിട്ട് മിറർ ഇങ്ങനെ അടുത്തടുത്ത് എത്രത്തോളം അതിൻ്റെ ആംഗിൾ കുറഞ്ഞു വരുന്നോ അത്രയും നമ്പർ ഓഫ് ഇമേജസ് എന്ത് ചെയ്യും? കൂടിക്കൊണ്ടേയിരിക്കും കേട്ടോ. സോ അതും കൂടി ഒന്ന് ഓർമ്മയിൽ വെച്ചേക്കുക കേട്ടോ. സോ നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ യൂണിറ്റ് ഓഫ് വേവ് ലെങ്ത് ഓഫ് ലൈറ്റ്? എടാ നോക്കട്ടെ, വേവ് ലെങ്ത് ഓഫ് ലൈറ്റിൻ്റെ യൂണിറ്റ് SI യൂണിറ്റ് അല്ല ചോദിച്ചേക്കുന്നത്. എന്താണ്? വേവ് ലെങ്ത് ആണ് ഓഫ് ലൈറ്റ് ആണ് ചോദിച്ചത്. വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഒരു ലെങ്ത് ആണെന്ന് ഓർക്കുക. എടാ ഫാരഡ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ യൂണിറ്റ് ആണോ? അല്ല. ഫാരഡ് എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ യൂണിറ്റ് ആണ്? കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ് ആണ് ഫാരഡ് കേട്ടോ. ഇനി ക്യാൻഡല ആണോ? ക്യാൻഡല അല്ല. കാരണം ക്യാൻഡല എന്ന് പറഞ്ഞാൽ എന്താണ്? ലൂമിനസ് ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ് ആണ് ക്യാൻഡല കണ്ടോ. അടുത്ത ഡൈൻ ആണോ? അല്ല. ഡൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സിൻ്റെ CGS യൂണിറ്റ് ആണ് എന്തെന്ന് പറഞ്ഞത്? ഡൈൻ എന്ന് പറഞ്ഞത്. സോ പിന്നീട് എന്ത് വരുന്നത്? ആംസ്ട്രോങ് ആണ് കേട്ടോ. ഓർത്തോണം, 1 ആംസ്ട്രോങ് എന്ന് പറഞ്ഞാൽ 10⁻⁻10 മീറ്റർ ആണ് കേട്ടോ. 10⁻⁻10 മീറ്ററിനെയാണ് നമ്മൾ ഇത് വിളിക്കുന്നത് 1 ആംസ്ട്രോങ് എന്ന് വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ അതും കൂടി ഓർത്തിരിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ആംസ്ട്രോങ്. സോ നെക്സ്റ്റ് വൺ, ഇത് കണക്കിന് an object is placed 10 centimeter in front of a lens. An object is placed 10 centimeter in front of a lens. നമുക്ക് ഒരു ലെൻസിൻ്റെ ഫ്രണ്ടിൽ എത്രയാണ്? 10 സെൻറ്റിമീറ്ററിലാണ് വെച്ചത്. ദ ഇമേജ് ഫോംഡ് ഈസ് റിയൽ ഇൻവേർട്ടഡ് ആൻഡ് ഓഫ് ദി സെയിം സൈസ്. അവിടെ റിയലും ഇൻവേർട്ടഡുമായിട്ടുള്ള ഇമേജ് ഫോം ചെയ്യണമെങ്കിൽ അത് എന്ത് ലെൻസ് ആയിരിക്കും? അത് ഉറപ്പായിട്ടും ഒരു കോൺവെക്സ് ലെൻസ് ആയിരിക്കും കേട്ടോ. കാരണം കോൺകേവ് ലെൻസിന് എന്ത് ഫോം ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. കോൺകേവ് ലെൻസിന് ഒരിക്കലും ഒരു റിയൽ ഇമേജ് ഫോം ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. കോൺകേവ് ലെൻസിന് എപ്പോഴും എന്ത് മാത്രമേ വിർച്വൽ ആൻഡ് ഡയറക്റ്റ് ഇമേജ് മാത്രമേ ആർക്ക് ഫോം ചെയ്യാൻ പറ്റത്തുള്ളൂ? ഒരു കോൺകേവ് ലെൻസിന് ഫോം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് വേണമെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ മീൻസ് ക്ലാസ്സിലേക്ക് പോയി നോക്കുക കേട്ടോ. സോ ഓർത്ത് വെച്ചേക്കുക, ആൻ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ് 10 സെൻറ്റിമീറ്റർ ഇൻ ഫ്രണ്ട് ഓഫ് എ ലെൻസ്. ഒരു ഒബ്ജക്റ്റ് എന്ത് ചെയ്യും? ഒരു ലെൻസിൻ്റെ 10 സെൻറ്റിമീറ്ററിലാണ് പ്ലേസ് ചെയ്തേക്കുന്നത്.
അങ്ങനെയാണെങ്കിൽ ഇമേജ് ഫോംഡ് എന്ന് പറഞ്ഞാൽ റിയൽ ആയിരിക്കും ഇൻവേർട്ടഡ് ആയിരിക്കും സെയിം സൈസിലായിരിക്കും. ഓർത്ത മക്കളെ, എവിടാണ് ഞാൻ നേരത്തെ പറയുകയാണെങ്കിൽ എവിടാണ് നമ്മുടെ സെയിം സൈസ്ഡ് ഇമേജ് ഫോം ചെയ്യുന്നത്? നമ്മൾ ഇതേ സെയിം സൈസ്ഡ് ഇമേജ് ആണ് ഇവിടെ ഫോം ചെയ്യേണ്ടതെങ്കിൽ ഈ ഡിസ്റ്റൻസും എന്തായിരിക്കും? സെയിം ആയിരിക്കും കേട്ടോ. ഈ ഡിസ്റ്റൻസും എന്തായിരിക്കും? സെയിം ആയിരിക്കും. സോ ഓർത്തോണം, ഒരു സെയിം സൈസ്ഡ് ഇമേജ് ഫോം ചെയ്യണമെങ്കിൽ, സെയിം സൈസ്ഡ് ഇമേജ് ആണ് ഫോം ചെയ്യേണ്ടതെങ്കിൽ നമ്മുടെ ഒബ്ജക്റ്റ് എവിടെ ആയിരിക്കണം പ്ലേസ് ചെയ്യേണ്ടത്? സിയിലായിരിക്കണം പ്ലേസ് ചെയ്യേണ്ടത്. അതായത് ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്യേണ്ടത് എവിടെ ആയിരിക്കണം? 2Fലായിരിക്കണം പ്ലേസ് ചെയ്യേണ്ടത്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് എവിടെ പ്ലേസ് ചെയ്തേക്കുന്നത്? 10 സെന്റിമീറ്ററിലാണ് കണ്ട. സോ അപ്പോൾ 2Fലാണ് പ്ലേസ് ചെയ്തേക്കുന്നത്. ആ 2F എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 10/2 എത്ര ആയിരിക്കും ഇവിടെ? 5 സെന്റിമീറ്റർ ആയിരിക്കും. ക്ലിയർ 5 സെന്റിമീറ്റർ ആയിരിക്കും ഇതിൻ്റെ ഫോക്കൽ ലെങ്ത്. ഇതിൻ്റെ ആൻസർ എത്ര? 5 ഉണ്ട്. സോ ആൻസർ ഈസ് 5 സെന്റിമീറ്റർ. ഇനി നോക്കാം മക്കളെ, ഇത് കൺവേർജിങ് ആണോ ഡൈവേർജിങ് ആണോ? ഞാൻ പറഞ്ഞു റിയൽ ഇമേജ് ഫോം ചെയ്യണമെങ്കിൽ അത് എന്ത് ലെൻസിന് മാത്രമേ പറ്റത്തുള്ളൂ? റിയൽ ഇമേജ് ഫോം ചെയ്യണമെങ്കിൽ അത് ഒരു കോൺവെക്സ് ലെൻസിന് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ഒരു കോൺവെക്സ് ലെൻസ് ഹാസ് ദി ഓൺലി എബിലിറ്റി ടു ഫോം എ റിയൽ ഇമേജ് ഫോം ചെയ്യാൻ കഴിവുള്ള ആര് മാത്രമേ ഉള്ളടേ? ഒരു കോൺവെക്സ് ലെൻസ് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? റിയൽ ഇമേജ് ഫോം ചെയ്യത്തുള്ളൂ. സോ ആ ഒരു കോൺവെക്സ് ലെൻസിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്ത് ലെൻസ്? ഇതൊരു പോയിന്റിലേക്ക് വന്ന് കൺവേർജ് ചെയ്യുന്നതുകൊണ്ട് ഇതിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറഞ്ഞാൽ കൺവേർജിങ് ലെൻസ് എന്ന് വിളിക്കുന്നത്. സോ ആൻസർ ഈസ് ഓപ്ഷൻ എ, 5 സെന്റിമീറ്റർ കൺവേർജ്. ക്ലിയർ ആയി? ഇതൊക്കെ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ആണ്, പഠിച്ചു വെച്ചോളാം കേട്ടോ. നോക്കണേ, ദ ഇമേജ് ഫോംഡ് ബൈ എ പ്ലെയിൻ മിറർ ഈസ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും നിങ്ങളൊരു പ്ലെയിൻ കണ്ണാടി നോക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ തലവിരിഞ്ഞ ഇമേജ് ആണോ? നിങ്ങൾ നേരെ ഒരു കണ്ണാടി ഫ്രണ്ടിൽ പോയി നോക്കിയാൽ നിങ്ങൾ തലവിരിഞ്ഞാണോ നിൽക്കുന്നത്? അല്ല. സോ അത് എന്താണ്? ഇൻവേർട്ടഡ് എന്നുള്ള ഓപ്ഷൻ എല്ലാം നമുക്ക് കളയാം കേട്ടോ. ഇൻവേർട്ടഡ്, ഇതും കണ്ടോ? ഇമേജ് ഫോംഡ് ബൈ എ പ്ലെയിൻ മിറർ ഈസ് എന്തായിരിക്കട്ടെ? എന്തായിരിക്കും? ആൻസർ ഈസ് വിർച്വൽ ആൻഡ് ഇറക്റ്റ് ആയിരിക്കും കേട്ടോ. എപ്പോഴും എന്താണ്? ഒരു വിർച്വൽ ഇമേജ് ആയിരിക്കും ഫോം ചെയ്യുന്നത്, ഒരു ഇറക്റ്റ് ഇമേജ് ആയിരിക്കും ഫോം ചെയ്യുന്നത് കേട്ടോ. വിർച്വലും ഇറക്റ്റും ആയിരിക്കും ഫോം ചെയ്യുന്നത്. ഇത് ലാറ്ററലി ഇൻവേർട്ടഡ് ആണ് കേട്ടോ. ഇത് വേണമെങ്കിൽ ഓപ്ഷൻ വരാം കേട്ടോ. ഇത് ഓപ്ഷൻ ലാറ്ററലി ഇൻവേർട്ടഡ് വിർച്വൽ ആൻഡ് റിയൽ എന്ന് വേണം. വിർച്വൽ ആൻഡ് ദ ഇമേജ് ഫോം ബൈ എ പ്ലെയിൻ മിറർ. നോക്കട്ടെ, ഒരു ഇമേജ് എപ്പോഴും ഒരു പ്ലെയിൻ മിററിനകത്ത് എപ്പോഴും ഫോം ചെയ്യുന്ന ഇമേജ് എന്ത് തന്നെയാണ്? വിർച്വൽ ആൻഡ് ഇറക്റ്റ് ആണ് കേട്ടോ. ഇനി ലാറ്ററൽ ഇൻവേർട്ടർ ആൻഡ് വിർച്വലിനേക്കാളും കുറച്ചുകൂടി കറക്റ്റ് എന്ന് പറഞ്ഞാൽ വിർച്വൽ ആൻഡ് ഇറക്റ്റ് എന്ന് പറയുന്നതാണ് കേട്ടോ. വിർച്വൽ ആൻഡ് ഇറക്റ്റ് ആണ്. ലാറ്ററലി ഇൻവേർട്ടഡ് ആണെന്ന് വെച്ചാൽ ആണ് മക്കളെ. ലാറ്ററലി ഇൻവേർട്ടഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ? ലാറ്ററൽ ഇൻവേർട്ടർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു കണ്ണാടി നോക്കുമ്പോൾ നമ്മളെ ലെഫ്റ്റ് റൈറ്റും റൈറ്റ് ലെഫ്റ്റും ആണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ വലത്തെ കയ്യിൽ വാച്ചിട്ടിട്ട് കണ്ണാടി നോക്കുവാണെങ്കിൽ നമ്മുടെ ഇടത്തെ കയ്യിലായിരിക്കും എന്ത് വരുന്നത്? വാച്ച് വരുന്നത് കേട്ടോ. സോ ഇടത്തെ കയ്യിലായിരിക്കും വാച്ച് വരുന്നത്. സോ അങ്ങനെയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ലാറ്ററലി ഇൻവേർട്ടഡ് എന്ന് വിളിക്കുന്നത് കേട്ടോ. സോ ഈ ഓപ്ഷനകത്ത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഈ ഓപ്ഷൻ ഈ ഓപ്ഷൻ ഇങ്ങനെ അല്ല കേട്ടോ, വിർച്വൽ അല്ല, ഇത് റിയൽ അങ്ങ് ആക്കുക കേട്ടോ. ലാറ്ററലി ഇൻവേർട്ടഡ് ആൻഡ് റിയൽ എന്നാക്കുക. ലാറ്ററലി ഇൻവേർട്ടഡ് ആൻഡ് റിയൽ എന്നാക്കുക കേട്ടോ. സോ വിർച്വൽ ആൻഡ് ഇറക്റ്റ് ആണ് കറക്റ്റ് കേട്ടോ. വിർച്വൽ ആൻഡ് ഇറക്റ്റ്. നമ്മളൊരു പ്ലെയിൻ മിററിൽ എപ്പോഴും ഉണ്ടാവുന്ന എന്താണ്? വിർച്വൽ ഇമേജ് ആയിരിക്കും, അത് ഇറക്റ്റ് ഇമേജ് ആയിരിക്കും, അതെന്തായിരിക്കും? സെയിം സൈസ്ഡ് ഇമേജ് ആയിരിക്കും. സോ ഈ ലാറ്ററലി ഇൻവേർട്ടഡ് എന്ന് പറഞ്ഞാൽ ഓർത്തോണം മക്കളെ, ലാറ്ററലി ഇൻവേർട്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാറ്ററൽ ഇൻവേർട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ലെഫ്റ്റ് റൈറ്റ് ആവും, റൈറ്റ് എന്താവും? ലെഫ്റ്റ് ആവും കേട്ടോ. ഇതിനാണ് ലാറ്ററൽ ഇൻവേർട്ടർ. ഇതിൻ്റെ ഓപ്ഷൻ ഒന്ന് മാറ്റിക്കണം. ഇത് വിർച്വൽ മാറ്റിയിട്ട് റിയൽ ആക്കുക കേട്ടോ. ലാറ്ററൽ ഇൻവേർട്ടർ തന്നെ റിയൽ അല്ല. ലാറ്ററലി ഇൻവേർട്ടഡ് ലാറ്ററൽ ഇൻവേർട്ടർ ആൻഡ് വിർച്വൽ അല്ല, ലാറ്ററൽ ഇൻവേർട്ടർ ആൻഡ് റിയൽ ആണ് കേട്ടോ. സോ ഒന്ന് ഓപ്ഷൻ ഒന്ന് മാറ്റിക്കണേ. കാരണം ലാറ്ററൽ ഇൻവേർട്ടർ ആൻഡ് വിർച്വൽ എന്ന് പറഞ്ഞാൽ ആ ഓപ്ഷൻ ശരിയാണ് കേട്ടോ. കാരണം വിർച്വൽ ആയിരിക്കും, ലാറ്ററൽ ഇൻവേർട്ടർ ആയിരിക്കും, അതും ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. അതേപോലെ തന്നെ വിർച്വൽ ആൻഡ് ഇറക്റ്റും അതും എന്താണ്? ശരിയായ സ്റ്റേറ്റ്മെൻറ്റ്. ഒന്നുകിൽ ഈ ഇറക്റ്റിന് പകരം ഇവിടെ ഇൻവേർട്ടഡ് ആക്കണമായിരുന്നു. സോ അത് ഓപ്ഷൻ വന്ന ഒരു മിസ്റ്റേക്കാണ് കേട്ടോ. സോ നിങ്ങളത് അക്കോർഡിംഗ്ലി പഠിക്കുക കേട്ടോ. സോ ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിലുണ്ട്, കയറി നോക്കുക കേട്ടോ. ദ മാഗ്നിഫിക്കേഷൻ ഓഫ് എ ലെൻസ് ഈസ് +2. നോക്കണേ, ഒരു ലെൻസിൻ്റെ മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? +2 ആണ്. അങ്ങനെയാണെങ്കിൽ ദ മാഗ്നിഫിക്കേഷൻ ഓഫ് എ ലെൻസ് ഈസ് +2. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോക്കുക,
+2 then the image is മീൻസ് ഒരു ലെൻസിൻ്റെ അല്ലെങ്കിൽ ഒരു ലെൻസിൻ്റെ മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ +2 ആണെന്നുണ്ടെങ്കിൽ ആ ഇമേജിൻ്റെ പ്രത്യേകത നോക്കണം. ലെൻസിൻ്റെ എന്നല്ല, മിററിൻ്റെ എന്ത് സംഭവത്തിൻ്റെ മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഓർത്തണം, മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഏതൊരു ഇമേജ്, ഇതിപ്പോൾ ലെൻസ് ആയിക്കോട്ടെ മിറർ ആയിക്കോട്ടെ എന്തിൻ്റെ ആണെങ്കിലും മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അതിനൊരു ഒറ്റ അർത്ഥമേ ഉള്ളൂ, അത് നേരെ നിൽക്കുക എന്നർത്ഥം കേട്ടോ. മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അത് നേരെ നിൽക്കുക, അതെപ്പോഴും എന്തായിരിക്കും, ഇറക്റ്റ് ആയിരിക്കും മക്കളെ. ഇറക്റ്റ് ആണെങ്കിൽ അത് ഉറപ്പായിട്ട് എന്തായിരിക്കും, വിർച്വൽ ആയിരിക്കും കേട്ടോ. ഇറക്റ്റ് ആണെങ്കിൽ ഉറപ്പായിട്ട് എന്തായിരിക്കും, വിർച്വൽ ആയിരിക്കും കേട്ടോ. മാഗ്നിഫിക്കേഷൻ്റെ വാല്യൂ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഒറ്റ അർത്ഥമുള്ളത് ഇറക്റ്റ് ആയിരിക്കും, പിന്നെന്താണ്, അത് വിർച്വൽ ആയിരിക്കും. അപ്പോൾ ഓർത്തണം മക്കളെ, വേറൊരു കാര്യം കൂടി ഓർത്തണം, മാഗ്നിഫിക്കേഷൻ്റെ വാല്യൂ നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ അതിനും ഒരൊറ്റ അർത്ഥമേ ഉള്ളൂ. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രിൻസിപ്പൽ ആക്സിസിന് താഴോട്ടെന്നാണ്, അതെന്തായിരിക്കും, അതെപ്പോഴും ഇൻവേർട്ടഡ് ഇമേജ് ആയിരിക്കും കേട്ടോ. അതെപ്പോഴും ഇൻവേർട്ടഡ് ഇമേജ് ആയിരിക്കും ആൻഡ് അതൊരു റിയൽ ഇമേജും ആയിരിക്കും കേട്ടോ. റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നോക്കേ, മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ നോക്കണേ, ഇറക്റ്റ് വിർച്വൽ ഇത് വരാം അല്ലേ. ഇത് നോക്കാം, ഇൻവേർട്ടഡ് റിയൽ അത് വരുമോ, ഇല്ല. സോ നമുക്കിത് ക്യാൻസൽ ചെയ്യാം. ഇറക്റ്റ് വിർച്വൽ ഇത് വരാം, ഇൻവേർട്ടഡ് റിയൽ അത് വരുമോ, ഇല്ല. സോ ഇൻവേർട്ടഡ് വരത്തില്ല, റിയൽ വരുന്നുള്ളൂ. ഇനി നോക്കുക, ഈ മാഗ്നിഫിക്കേഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നിങ്ങൾ പ്ലസ് മൈനസ് നോക്കണ്ട, മാഗ്നിഫിക്കേഷൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ അതെന്തായിരിക്കും, അത് മാഗ്നിഫൈഡ് ഇമേജ് ആയിരിക്കും, അല്ലെങ്കിൽ അതൊരു ലാർജ് സൈസ്ഡ് ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും കേട്ടോ. അത് ലാർജർ സൈസ്ഡ് ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും മാഗ്നിഫിക്കേഷൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ. ഇത് നോക്കാം മക്കളെ, അതായത് ഞാൻ പറയാം, മാഗ്നിഫിക്കേഷൻ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ, ഇപ്പോൾ ഫസ്റ്റ് പോയിന്റ് ഓർത്ത് വെച്ചേക്ക്, എന്താണ്, മാഗ്നിഫിക്കേഷൻ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ അത് എന്ത് ചെയ്യും, അത് പ്രിൻസിപ്പൽ ആക്സിസിന്റെ മുകളിലോട്ട് നിൽക്കുകയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം, അത് ഇറക്റ്റ് ആയിരിക്കും, വിർച്വൽ ആയിരിക്കും. ഇനി മാഗ്നിഫിക്കേഷൻ വാല്യൂ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, അത് ഇൻവേർട്ടഡ് ആയിരിക്കും, റിയൽ ആയിരിക്കും. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, ഈ മാഗ്നിഫിക്കേഷൻ്റെ നമ്പർ മാത്രം നോക്കുക. ഇവിടെ മാഗ്നിഫിക്കേഷൻ്റെ വാല്യൂ എന്തെങ്കിലും എത്ര, +2 ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, 2 മാത്രം നോക്കുക. ആ ന്യൂമറിക്കൽ വാല്യൂ, ആ സിമ്പിൾ നോക്കണ്ട. ആ ന്യൂമറിക്കൽ വാല്യൂ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ, 1-നേക്കാളും വലുതാണെങ്കിൽ അതൊരു എൻലാർജ്ഡ് ഇമേജ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ലാർജ് സൈസ്ഡ് ഇമേജ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അതായത് ഒബ്ജക്റ്റിനേക്കാളും വലിയ ഒരു ഇമേജ്, അതായത് ഒബ്ജക്റ്റിനേക്കാളും വലിയൊരു ഇമേജ് ആയിരിക്കും. മാഗ്നിഫിക്കേഷൻ്റെ വാല്യൂ 2 എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് 10 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇമേജ് എന്ന് പറഞ്ഞാൽ 20 സെൻറ്റിമീറ്റർ ആയിരിക്കും, നേരെ ഇരട്ടിയായിരിക്കും. അതാണ് മാഗ്നിഫിക്കേഷൻ 2 എന്ന് പറഞ്ഞാൽ *2, ഒബ്ജക്റ്റ് *2 എന്നാണ് അതിൻ്റെ മീനിങ്. ക്ലിയർ ആയി. സോ ഇനി മാഗ്നിഫിക്കേഷൻ്റെ വാല്യൂ മക്കളെ 1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ അർത്ഥം, അത് സെയിം സൈസ്ഡ് ഇമേജ് ആയിരിക്കും കേട്ടോ. അത് എന്തായിരിക്കും, സെയിം സൈസ്ഡ് ഇമേജ് ആയിരിക്കും. ഇനി മക്കളെ മാഗ്നിഫിക്കേഷൻ്റെ വാല്യൂ <1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇമേജ് ഈസ് എന്തായിരിക്കും, അത് സ്മോൾ സൈസ്ഡ് ഇമേജ് ആയിരിക്കും കേട്ടോ. സ്മോൾ സൈസ്ഡ് ഇമേജ് ആയിരിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ നോക്കേ, ഇവിടെ മാഗ്നിഫിക്കേഷൻ്റെ വാല്യൂ +2 അല്ലേ വന്നേക്കുന്നത്. സോ +2 വന്നപ്പോൾ ഞാൻ പറഞ്ഞു അത് ഇറക്റ്റും വിർച്വലും ആവാനുള്ള സാധ്യതയുണ്ട്. ഇവിടെയും ഇറക്റ്റും വിർച്വലും ആണ്. നോക്കുക, ഇനി ഇവിടെ വന്നേക്കുന്ന വാല്യൂ 2 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 അല്ലേ. സോ ഗ്രേറ്റർ ദാൻ 1 എന്ന് പറയുമ്പോൾ അതൊരിക്കലും എന്ത് വരത്തില്ല, സ്മോളർ വരത്തില്ല, എന്ത് വരത്തുള്ളൂ, ലാർജർ വരത്തുള്ളൂ കേട്ടോ. സോ ഇറ്റ് ഈസ് ലാർജർ ദാൻ ദി ഒബ്ജക്റ്റ്. ഇമേജ് ഈസ് ഇറക്റ്റ് ആയിരിക്കും, വിർച്വൽ ആയിരിക്കും, എന്തായിരിക്കും, ലാർജർ ദാൻ ദി ഒബ്ജക്റ്റ് ആയിരിക്കും. സോ നമ്മുടെ ആദ്യത്തെ ഓപ്ഷൻ വരാത്തതിൻ്റെ കാര്യം മാഗ്നിഫിക്കേഷൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, ഗ്രേറ്റർ ദാൻ 1 വന്നുകൊണ്ടാണ് നമ്മൾ എന്ത് പറഞ്ഞാൽ അത് സ്മോളർ ഇമേജ് ആവാതെ വന്നത്. ഇപ്പം നമുക്ക് സപ്പോസ് ഇപ്പം നിങ്ങളുടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കൂ മക്കളെ, ഇപ്പം നിങ്ങളുടെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു -1/2 -0.5 ആണെങ്കിലും പറഞ്ഞത് +0.5 ആണെങ്കിലോ എന്തായിരിക്കും, ഞാൻ പറഞ്ഞു പ്ലസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്, പ്ലസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഈ പറയുന്നത് ഇറക്റ്റ് ആയിരിക്കും, വിർച്വൽ ആയിരിക്കും. പക്ഷേ 0.5 എന്ന് പറഞ്ഞാൽ 1-നേക്കാളും ചെറുതായതുകൊണ്ട് എന്തായിരിക്കും, അത് സ്മോളർ സൈസ്ഡ് ഇമേജ് ആയിരിക്കും. ഇപ്പം നിങ്ങൾ ചോദിക്കുകയാണ് മാഗ്നിഫിക്കേഷൻ വാല്യൂ -2 ആണെങ്കിൽ, അപ്പോൾ ഓർക്കണം മാഗ്നിഫിക്കേഷൻ്റെ വാല്യൂ -2 ആയത് അർത്ഥമാക്കുന്നത് മൈനസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇൻവേർട്ടഡ് ആയിരിക്കും, റിയൽ ആയിരിക്കും. ആൻഡ് ഇനി നിങ്ങൾ എന്ത് എടുക്കാവൂ, 2 എടുക്കാവൂ. സോ 2 എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും, അത് എൻലാർജ്ഡ് ഇമേജ് ആയിരിക്കും, അല്ലെങ്കിൽ ലാർജ് സൈസ്ഡ് ഇമേജ് ആയിരിക്കും. സോ ഇതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് കേട്ടോ. സോ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് മനസ്സിലാക്കി വെച്ചേക്കുക കേട്ടോ. സോ നെക്സ്റ്റ് വൺ, മയോപ്പിയ ഈസ് നോണസ്. ഇവിടെ മയോപ്പിയ ഈസ് നോണസ് എന്തോടെ, മയോപ്പിയ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്, നമ്മൾ ഈ പറയുന്നത് ഹ്യൂമൻ ഐ എന്നുള്ളൊരു ചാപ്റ്ററിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാണ് മയോപ്പിയ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നിയർ സൈറ്റഡ്നെസ്. അതായത് ആ ആൾക്ക് എന്ത് കാണാൻ പറ്റും, അടുത്തുള്ള കാര്യം കാണാൻ പറ്റും. പിന്നെന്താണ്, ഫാറായിട്ടുള്ള കാര്യം എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാൻ പറ്റില്ല കേട്ടോ. നിയർ ആയിട്ടുള്ള പോയിന്റ്, നിയർ ആയിട്ടുള്ള ഒബ്ജക്ട്സ് അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിയർ ഒബ്ജക്റ്റ് അയാൾക്ക് കാണാൻ പറ്റും. എന്താണ്, ഫാറായിട്ടുള്ള ഒബ്ജക്റ്റ് അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാൻ
പറ്റില്ല. സോ അതിനെയാണ് നമ്മൾ മയോപ്പിയ എന്ന് പറയുന്നത്. സോ മയോപ്പിയ ഞാൻ പറഞ്ഞ അസുഖം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉള്ളത് നമുക്ക് കാണാൻ പറ്റുന്ന ഇതിനെയാണ് നമ്മൾ നിയർ സൈറ്റഡ്നെസ് എന്ന് പറഞ്ഞാൽ അടുത്തുള്ളത് കാണാൻ പറ്റുന്ന അവസ്ഥ, അതായത് ദൂരമുള്ളത് കാണാൻ പറ്റുന്നില്ല, അതിനെയാണ് നമ്മൾ നിയർ സൈറ്റഡ്നെസ് പറയുന്നത്. സോ ഇതിനകത്ത് നമ്മൾ ഇതെന്തോ ഒരു പ്രശ്നം, ഇതിന് എന്തുകൊണ്ടാണ് ഇതിൻ്റെ കാരണം? അതായത് ഇപ്പം നമുക്ക് കണ്ണിനൊരു ലെൻസ് ഉണ്ട്, ആ കണ്ണിനകത്തുള്ള ലെൻസിൽ നിന്ന് തട്ടി വരുന്ന ലൈറ്റ് എന്ത് ചെയ്യും കണ്ണിൻ്റെ ഈ റെറ്റിന എന്ന് പറഞ്ഞൊരു പോർഷൻ ഉണ്ട് കേട്ടോ. ഈ റെറ്റിന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നെർവസ് നെർവ്സ് ആണ് കേട്ടോ. ഇത് മൊത്തം ഇതെന്താണ്, ഒപ്റ്റിക് നെർവ്സ് വന്ന് കൂടുന്നതാണ്. സോ ആക്ച്വലി ഈ റെറ്റിനയാണ് നമ്മളെ കണ്ണിൽ വരുന്ന ഈ പറഞ്ഞ കണക്ക് ആ ലൈറ്റിൻ്റെ സിഗ്നൽസിനെ എന്തായിട്ട് മാറ്റുന്നത്, ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ആയിട്ട് മാറ്റി ബ്രെയിനിലേക്ക് അയക്കുന്ന പരിപാടി ആർക്കുള്ളത്, റെറ്റിനയിലാണുള്ളത്. സോ ഇപ്പോൾ ഈ റെറ്റിനയിൽ തന്നെ ഇമേജ് വന്ന് ഫോം ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ക്ലിയർ ആയിട്ട് കാണാൻ പറ്റത്തുള്ളൂ. സോ അപ്പോൾ ഈ ഡിഫക്റ്റിനെ നമ്മൾ ക്ലിയർ ചെയ്യുന്ന ഓർത്തോണം എന്ത് ലെൻസ് വെച്ചിട്ടാണ്, ഒരു കോൺകേവ് ലെൻസ് വെച്ചിട്ടാണ്. സോ കോൺകേവ് ലെൻസ് ആകുമ്പോഴത്തേക്ക് ഈ ലൈറ്റിനെ കുറച്ചുകൂടി ഇങ്ങോട്ട് ഡൈവേർജ് ചെയ്ത് വിടും കേട്ടോ. ഡൈവേർജ് ചെയ്ത് വിടുമ്പോഴത്തേക്ക് ഇതിൻ്റെ ലൈറ്റ് റേ എന്ത് ചെയ്യും, കറക്റ്റായിട്ട് റെറ്റിനെ തന്നെ ഫോം ചെയ്യും, നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. സോ മയോപ്പിക്കുള്ള കറക്റ്റീവ് ലെൻസ് എന്ന് പറഞ്ഞാൽ എന്ത് ലെൻസാണ് അത് ഓർത്തോണം, അതൊരു കോൺകേവ് ലെൻസ് ആയിരിക്കും കേട്ടോ. ഒരു കോൺകേവ് ലെൻസ് ആയിരിക്കും ഇതിൻ്റെ കറക്റ്റീവ് ലെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മക്കൾ അടുത്ത ഫാർ സൈറ്റഡ്നെസ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ദൂരെയുള്ളത് കാണാൻ പറ്റത്തില്ല. ദൂരെയുള്ള കാണാൻ പറ്റും, അടുത്തുള്ളത് കാണാൻ പറ്റത്തില്ല. സോ അപ്പോൾ അയാളുടെ കണ്ണിലുള്ള ഇമേജ് എന്ന് പറഞ്ഞത് ആ റെറ്റിനയുടെ പുറവിലായിരിക്കും ഫോം ചെയ്യുന്നത് കണ്ടോ, ഇവിടെ ആയിരിക്കും പുറവിൽ ഫോം ചെയ്യുന്നത്. സോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു കൺവേർജൻ ലെൻസും കൂടി വെക്കും. സോ കൺവേർജൻ ലെൻസ് വെക്കുമ്പോഴത്തേക്ക് ഈ ലൈറ്റർ എന്ത് ചെയ്യും, കുറച്ച് ഇങ്ങോട്ട് മാറിയിട്ട് കറക്റ്റ് റെറ്റിനയിൽ തന്നെ എന്ത് ചെയ്യും, ഇത് ഇമേജ് ഫോം ചെയ്യും. സോ നമ്മൾ ഫാർ സൈറ്റഡ്നെസ്സിനെ ട്രീറ്റ് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്, ഫാർ സൈറ്റഡിനെ ട്രീറ്റ് ചെയ്യുന്നത് ഒരു കോൺവെക്സ് ലെൻസ് വെച്ചിട്ടാണ്. അല്ലെങ്കിൽ പോസിറ്റീവ് പവർ ഉള്ളവർക്ക് എന്താണ്, പോസിറ്റീവ് പവർ ഉള്ളവർ യൂസ് ചെയ്യുന്ന എന്ത് ലെൻസാണ്, കോൺവെക്സ് ലെൻസാണ്. നെഗറ്റീവ് പവർ യൂസ് ചെയ്യുന്ന എന്ത് ലെൻസാണ്, ഈ പറഞ്ഞ കണക്ക് കോൺകേവ് ലെൻസാണ്. അതല്ലെങ്കിൽ അസ്റ്റിഗ്മാറ്റിസത്തിന് നമ്മൾ യൂസ് ചെയ്യുന്ന സിലിണ്ടറിക്കൽ ലെൻസാണ്, അത് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ കണക്കിന് പ്രസ്ബയോപ്പിയ. പ്രസ്ബയോപ്പിയ എന്ന് പറഞ്ഞാൽ നമ്മളെ കണ്ണിൻ്റെ കോൺവെക്സിറ്റിയൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ദൂരെയുള്ളതും അടുത്തുള്ളതും എല്ലാം നമുക്ക് കാണാൻ പറ്റും. അതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത്, മീൻസ് അതിൻ്റെ പേരാണ് പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറയുന്നത് കേട്ടോ. പവർ ഓഫ് അക്കോമഡേഷൻ, അതായത് നമ്മളെ കണ്ണിൻ്റെ പവറിനെ നമ്മുടെ ലെൻസിൻ്റെ പവറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ കണ്ണിൻ്റെ ലെൻസിൻ്റെ പവറിനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ആ അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ആരാണ്, നമ്മുടെ സീലിയറി മസിൽസ് ആണ് കേട്ടോ. നമ്മുടെ സീലിയറി മസിൽസ് ആണ്. അപ്പോൾ ഈ സീലിയറി മസിൽസിന് ദൂരമുള്ളതാണെങ്കിൽ ഇതിങ്ങനെ വലിഞ്ഞിരിക്കും, അടുത്തുള്ളതാണെങ്കിൽ ഇതിങ്ങനെ. അപ്പോൾ സോ നമ്മളെ കണ്ണിൻ്റെ ഫോക്കൽ ലെങ്തിനെ എന്ത് ചെയ്യാൻ പറ്റും, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പവർ ഓഫ് അക്കോമഡേഷൻ ഓഫ് ഐ എന്ന് വിളിക്കുന്നത്. സോ ഈ പ്രസ്ബയോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ കണക്ക് തന്നെ കുറേ പ്രായമാകുമ്പോഴത്തേക്ക് ഈ സീലിയറി മസിൽസിൻ്റെ ഒക്കെ എന്ത് ചെയ്യും, ആ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെട്ടു പോകും. സോ അങ്ങനെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമുക്ക് അടുത്തുള്ളതും കാണാൻ പറ്റത്തില്ല, എന്ത് ചെയ്യാൻ പറ്റില്ല, ദൂരെയുള്ളതും കാണാൻ പറ്റില്ല. സോ ഇത് ഏജ്ഡ് റിലേറ്റഡ് ആണ് കേട്ടോ. ഏജ് ആവും തോറും ആ സീലിയറി മസിൽസിന് വരുന്ന പ്രശ്നം മൂലം ഉണ്ടാകുന്നതാണ് ആക്ച്വലി പ്രസ്ബയോപ്പിയ. അവിടെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ബൈഫോക്കൽ ലെൻസ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ബൈഫോക്കൽ ലെൻസ് യൂസ്. അപ്പോൾ ഇതാണ് നമ്മൾ അമ്മൂമ്മയുടെയൊക്കെ കണ്ണിലും ഇവിടെ ഇങ്ങനെ ഒരു 2 ലെൻസ് കാണും. ഇതിനെയാണ് ആക്ച്വലി എന്തെന്ന് വിളിക്കുന്നത്, ബൈഫോക്കൽ ലെൻസ് എന്ന് വിളിക്കുന്നത്. സോ ഈ കാര്യം കൂടി ഓർത്തിരിക്കുക. ഒരു ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ കുറേ പോയിന്റ്സ് നമ്മൾ പറഞ്ഞു. സോ പോയിന്റ്സ് എല്ലാം ഓർമ്മയിൽ വെച്ചേക്കുക കേട്ടോ. സോ നമ്മളെ നെക്സ്റ്റ് വൺ, പീപ്പിൾ വെയർ ബൈഫോക്കൽ ലെൻസ് ആർ ഹാവിങ്. ഞാൻ ഇപ്പോൾ പറഞ്ഞേ ഉള്ളൂ, ബൈഫോക്കൽ ലെൻസ് വെക്കുന്ന ആരാണ്, ഏജ്ഡ് ആയിട്ടുള്ളവരാണ്. ആയിരിക്കും പ്രസ്ബയോപ്പിയ ആയിരിക്കും അതിൻ്റെ ആൻസർ. സോ ഈ ഹൈപ്പർ മെട്രോപ്പിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ എന്തെന്ന് പറഞ്ഞാൽ ഫാർ സൈറ്റഡ്നെസ് അല്ലെങ്കിൽ ലോങ് സൈറ്റഡ്നെസ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. ലോങ് സൈറ്റ് എന്നോ ഫാർ സൈറ്റ് എന്നോ ഒക്കെ പറയുന്നത് ഈ പറയുന്നത് ഹൈപ്പർ മെട്രോപ്പിയാണ് കേട്ടോ. The part of eye which is responsible for conversion of image of object to neural signals. ന്യൂറൽ സിഗ്നൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആരാണ്, ഞാൻ പറഞ്ഞു ആരായിരിക്കും, നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞുള്ളൂ, ആരാണ്, റെറ്റിനയാണ് കേട്ടോ. റെറ്റിനയാണ്. സോ ഐറസ് എന്ന് പറഞ്ഞാൽ
കണ്ണിൻ്റെ ഫ്രണ്ടിലെ പാർട്ടാണ് കോർണിയ എന്ന് പറഞ്ഞാൽ. ഇതൊക്കെ നിങ്ങൾ ബയോളജി ഡീറ്റെയിൽ ആയിട്ട് പറയും. വിട്രിയസ് ഹ്യൂമർ എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ണിനകത്തൊരു വിട്രിയസ് ചേംബർ ഉണ്ട്. അതിനകത്തുള്ള ലിക്വിഡിനെയാണ് വിട്രിയസ് ഹ്യൂമർ എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് വേറൊരു ചേംബർ ഉണ്ട്, അതിനെ പറഞ്ഞ പേരാണ് അക്വസ് ചേംബർ എന്ന് വിളിക്കുന്നത്. അതിനകത്ത് വരുന്ന ലിക്വിഡിനെയാണ് നമ്മൾ അക്വസ് ഹ്യൂമർ എന്ന് വിളിക്കുന്നത്. ഇതൊക്കെ നിങ്ങൾ ബയോളജി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. സോ നമ്മുടെ റെറ്റിനെയാണ് എന്തിനെ മാറ്റുന്നത്? റെറ്റിനെയാണ് നമ്മുടെ കൺവേർഷൻ ഓഫ് ഇമേജിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് ന്യൂറൽ സിഗ്നലാക്കി മാറ്റി ബ്രെയിനിലേക്ക് അയക്കുന്ന ആരാടെ? റെറ്റിനെയാണ് കേട്ടോ. സോ അതും കൂടി ഒന്ന് ഓർമ്മിച്ചിരിക്കുക. ഇനി അടുത്ത് നോക്കുക, ദ സ്പ്ലിറ്റിംഗ് അപ്പ് ഓഫ് ലൈറ്റ് ഇൻ ടു ഇറ്റ്സ് കമ്പോണൻറ്റ് കളേഴ്സ്. വൈറ്റ് ലൈറ്റ് സ്പ്ലിറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ഏതൊരു ലൈറ്റ് ആണെങ്കിലും സ്പ്ലിറ്റ് ചെയ്ത് അതിൻ്റെ കമ്പോണൻറ്റ് കളേഴ്സായിട്ട് മാറുന്ന ആ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയാം മക്കളെ? അവനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറഞ്ഞാൽ ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ് എന്ന് വിളിക്കുന്നത് കേട്ടോ. അതായത് നമ്മളൊരു പ്രിസത്തിലോട്ടൊക്കെ ഒരു വൈറ്റ് ലൈറ്റ് കയറുവാണെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും? അത് 7 കമ്പോണൻസ് ആയിട്ട് എന്ത് ചെയ്യും കേട്ടോ. 7 കമ്പോണൻസ് ആയിട്ട് മാറി വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് എന്നുള്ള 7 കമ്പോണൻസ് ആയിട്ട് മാറി എന്ത് ചെയ്യും? സ്പ്ലിറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇവിടെ ഓർത്തോണം, ഇവിടെ വയലറ്റിനായിരിക്കും എപ്പോഴും എന്തുള്ളത്? മാക്സിമം ഡീവിയേഷൻ ഉള്ളത്. ഇതിനായിരിക്കും മിനിമം ഡീവിയേഷൻ ഉള്ളത്. അതിൻ്റെ റീസൺ എന്താ? അവൻ്റെ വേവ് ലെങ്ത് ആണ് കേട്ടോ. ഇന്നത്തെ റിഫ്രാക്ഷൻ നിങ്ങൾക്ക് അറിയാം, റിഫ്ലക്ഷൻ നിങ്ങൾക്ക് അറിയാം. പിന്നീട് അടുത്ത എന്താണ്? സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് ആണ് എന്തെന്ന് പറഞ്ഞാൽ സ്കൈക്ക് ബ്ലൂ കളർ കൊടുക്കുന്ന ആരാണ്? സ്കാറ്ററിങ് ആണ് കേട്ടോ. സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് ആണ്. അതായത് നമ്മൾ ലൈറ്റ് മീൻസ് ഒരു ഡസ്റ്റ് പാർട്ടിക്കിൾ തട്ടിയിട്ട് എന്ത് ചെയ്യും? പല ഡയറക്ഷനിലോട്ട് തെറിച്ച് പോകുന്ന ആ ഒരു ഫിനോമിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സ്കാറ്ററിങ് ഓഫ് ലൈറ്റ്. കേട്ടോ, സ്കാറ്ററിങ് ഏറ്റവും കൂടുതലുള്ള ആർക്കാണ്? വയലറ്റിൽ കേട്ടോ. വയലറ്റിനാണ്. കാരണം എന്താ? വയലറ്റിന് എന്ത് കുറവാണ്? വയലറ്റിന് വേവ് ലെങ്ത് കുറവാണ്. സോ ഈ പോയിന്റ് കൂടി ഒന്ന് ഓർമ്മയിൽ വെച്ചേക്കാം കേട്ടോ. സോ നെക്സ്റ്റ് വൺ, the photoelectric effect demonstrate which nature of light? ഓർത്തോണം, photoelectric effect ആയിട്ട് നോക്കുക. ഫോട്ടോഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ലൈറ്റിൻ്റെ എന്ത് നേച്ചറിനെയാണ്? വേവ് നേച്ചറിനെയാണ് കാണിക്കുന്നത് കേട്ടോ. ഫോട്ടോഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ലൈറ്റ്, ഒരു പർട്ടിക്കുലർ വേവ് ഉള്ള ലൈറ്റ് ഒരിടത്ത് വെക്കുകയാണെങ്കിൽ അവിടുത്തെ ഇതിനെ എന്ത് ചെയ്യും? തെറിപ്പിക്കും. മീൻസ് ഇങ്ങനെ ഈ ലൈറ്റ് ഒരിടത്ത് തട്ടുവാണെങ്കിൽ അതെന്ത് ചെയ്യും? അവിടുത്തെ പാർട്ടിക്കിളിനെ എന്ത് ചെയ്യും? തട്ടിത്തെറിപ്പിക്കും എന്നുള്ള ഒരു ഇതാണ് എന്തെന്ന് പറഞ്ഞാൽ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത്. സോ ആ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആണ് E=H nu എന്ന് പറയുന്നൊരു ഇത് കേട്ടോ. E=H nu എന്ന് പറയുന്നൊരു ഇത്. അതായത് ലൈറ്റ് ഓരോ പാക്കറ്റ്സ് ആയിട്ടൊക്കെയാണ് പോകുന്നത് എന്ന് പറയുന്നത്. ലൈറ്റിൻ്റെ 2 നേച്ചറുണ്ട്. ലൈറ്റിൻ്റെ ഒരു വേവ് നേച്ചറും ഉണ്ട്. വേവ് നേച്ചർ അല്ല കേട്ടോ. ആൻസർ വേവ് നേച്ചർ അല്ല, പാർട്ടിക്കിൾ നേച്ചറാണ് കേട്ടോ. ലൈറ്റിൻ്റെ എന്ത് നേച്ചറാണ്? പാർട്ടിക്കിൾ നേച്ചറിനെയാണ് കേട്ടോ കാണിക്കുന്നത് കേട്ടോ. പാർട്ടിക്കിൾ നേച്ചറിനെയാണ് ആര് കാണിക്കുന്നത്? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് കാണിക്കുന്നത്. സോ ഇതിവിടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ E= എന്തെന്ന് പറയുന്നത്? H nu എന്ന് പറയുന്നത് കേട്ടോ. E=H nu എന്ന് പറയുന്നത്. സോ ഓർത്തോണം, ഇത് വേവ് നേച്ചർ അല്ല മക്കളെ, ഇത് പാർട്ടിക്കിൾ നേച്ചറാണ് കേട്ടോ. ലൈറ്റിൻ്റെ വേവ് നേച്ചറിനെ കാണിക്കുന്ന 2 കാര്യങ്ങളാണുള്ളത്. ലൈറ്റിനൊരു വേവ് ആണ് എന്ന് നമ്മൾ കാണിക്കുന്നത്. ലൈറ്റിന് ഈ പറയുന്ന ആക്ച്വലി ലൈറ്റിന് ഡ്യുവൽ നേച്ചറുണ്ട്, 2 നേച്ചറുണ്ട്. ലൈറ്റിനൊന്ന് പാർട്ടിക്കിൾ നേച്ചർ, അതായത് ഒരു പാർട്ടിക്കിളിൽ നിന്ന് വേറൊരു പാർട്ടിക്കിൾ തട്ടുമ്പോഴാണ് ഒരു പാർട്ടിക്കിൾ തെറിച്ചു പോകുക. സോ അതുകൊണ്ട് തന്നെ ഈ ലൈറ്റ് ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി ഉള്ള വേവിലുള്ള ലൈറ്റ് വന്നു ഏതെങ്കിലും ഒരു പാർട്ടിക്കിൾ ഇടിക്കുവാണെങ്കിൽ അവിടുത്തെ ഇലക്ട്രോൺസോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്മോളർ പാർട്ടിക്കിൾസോ തെറിച്ച് പോകുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് വിളിക്കുന്നത്. സോ അത് നമുക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും വേണ്ട. അതിൻ്റെ ഇക്വേഷനാണ് E=H nu എന്ന് പറയുന്നത്. അപ്പം പാർട്ടിക്കിൾ നേച്ചർ ഓഫ് ലൈറ്റിനാണ്. ഇനി വേവ് നേച്ചർ ഓഫ് ലൈറ്റിനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് ഏതൊക്കെയാണ്? വേവ് നേച്ചർ ഓഫ് ലൈറ്റിനെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കണക്കാണ് ഇൻ്റർഫെറൻസ് എന്ന് കേട്ടിട്ടുണ്ട്. അവിടെ ഇൻ്റർഫെറൻസ് എന്നും ഡിഫ്രാക്ഷൻ എന്നുള്ള 2 പ്രോസസ്. സോ ഇൻ്റർഫെറൻസ് ആൻഡ് ഡിഫ്രാക്ഷൻ, ഇൻ്റർഫെറൻസും ഡിഫ്രാക്ഷനുമാണ് വേവ് നേച്ചർ ഓഫ് ലൈറ്റിനെ എന്ത് ചെയ്തിരിക്കുന്നത്? കാണിച്ചിരിക്കുന്നത് കേട്ടോ. സോ ഓർത്തോണം ഇവിടെ ഈ പറഞ്ഞ ഇത് കാണിച്ചിരിക്കുന്നത് തന്ന ആരാടെ? യങ്സ് എക്സ്പെരിമെൻ്റ് ആണ് കേട്ടോ. യങ്സിൻ്റെ എക്സ്പെരിമെൻ്റ് ആണ്, യങ്സിൻ്റെ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ്സ് ആണ് കേട്ടോ. യങ്സ് എക്സ്പെരിമെൻ്റ് ആണ് ഈ പറയുന്നത് ഇൻ്റർഫെറൻസും ഡിഫ്രാക്ഷനും കാണിച്ചേക്കുന്നത്. അത് ഇൻ്റർഫെറൻസ് എന്ന് പറഞ്ഞാൽ യങ്സിൻ്റെ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ് ആണ്, ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റും. ആൻഡ് ഡിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അത് സിംഗിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റും ആണ്. ഇതിൻ്റെ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞില്ല, ഇത് വലിയ ചാപ്റ്ററാണ്. സോ ഈ പാർട്ടിക്കിൾ നേച്ചർ ഇതൊക്കെ വലിയ ചാപ്റ്ററാണ്, നമുക്ക് ഇതൊന്നും വേണ്ട കാര്യമില്ല. ഓർത്തോണം, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് കാണിക്കുന്നത് ലൈറ്റിൻ്റെ പാർട്ടിക്കിൾ നേച്ചറിനെയാണ്, വേവ് നേച്ചറിനെ അല്ല മക്കളെ, ലൈറ്റിൻ്റെ പാർട്ടിക്കിൾ നേച്ചറാണ്. ലൈറ്റിൻ്റെ വേവ് നേച്ചറിനെ കാണിക്കുന്നതാണ് ഇൻ്റർഫെറൻസും എന്തെന്ന് പറയാം ഡിഫ്രാക്ഷനും. അതിന് വരുന്നതാണ് സിംഗിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റും ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റും. ഇത് രണ്ടും ചെയ്തേക്കുന്ന ആരാണ്? യങ് എന്നുള്ള സയൻറ്റിസ്റ്റാണ് കേട്ടോ.
സോ ഓർത്തണം. പിന്നെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് കണ്ടുപിടിച്ച ആരാണ്? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് കണ്ടുപിടിച്ചത് ഹെൻറിച്ച് ഹെർട്സ് എന്നുള്ള കേട്ടോ. ഹെൻറിച്ച് ഹെർട്സ് ആണ് ആര് കണ്ടുപിടിച്ചത്? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് കണ്ടുപിടിച്ചത് ആരാണ്? ഹെൻറിച്ച് ഹെർട്സ് ആണ് കേട്ടോ. ഓക്കെ, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് കണ്ടുപിടിച്ച ആളുടെ ഹെൻറിച്ച് ഹെർട്സ് ആണ്. സോ അതുകൊണ്ടാണ് E = h ന്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് ന്യൂ എന്ന് പറഞ്ഞ ഫ്രീക്വൻസി ആണ്. ഈ ഒരു വലിയ കണ്ടുപിടുത്തത്തിലാണ് ഫ്രീക്വൻസിയുടെ യൂണിറ്റിന് എന്ത് കൊടുത്ത്? ഹെർട്സ് എന്നുള്ള പേര് കൊടുത്തതിൻ്റെ കാരണം ഇത് തന്നെയാണ് കേട്ടോ. E = h ന്യൂ എന്നുള്ള ഇക്വേഷനകത്ത് ഈ ഇക്വേഷൻ ആക്ച്വലി കണ്ടുപിടിച്ച ഹെർട്സ് അല്ല. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയണക്ക് E = h ന്യൂ. ഇത് ഞാൻ പറഞ്ഞു, ഇത് കുറേ പേരാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചത്. പക്ഷേ ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞ് കണ്ടുപിടിച്ച ആരാണ്? ഹെൻറിച്ച് ഹെർട്സ് ആണ്. പക്ഷേ ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനെ എക്സ്പ്ലെയിൻ ചെയ്തത് ആരാടെ? ഐൻസ്റ്റീൻ ആണ് കേട്ടോ. ഐൻസ്റ്റീൻ ആണ് എന്തിനെ എക്സ്പ്ലെയിൻ ചെയ്തത്? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനെ എക്സ്പ്ലെയിൻ ചെയ്തത് ആരാണ്? ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് എന്തെന്ന് പറഞ്ഞ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനെ എക്സ്പ്ലെയിൻ ചെയ്തത്. ക്ലിയർ. ഈ ഐൻസ്റ്റീൻസ് തിയറി ഓഫ് റിലേറ്റിവിറ്റി ഇല്ലേ, E = mc². ആക്ച്വലി മക്കളെ ഓർത്തോണം, ഈ ഐൻസ്റ്റീൻ നോബൽ പ്രൈസ് കിട്ടിയത് ഒരിക്കലും E = mc² കണ്ടുപിടിച്ചതിനല്ല. ക്ലിയറാ? ഐൻസ്റ്റീന് ഈ പറയുന്ന കണക്ക് നോബൽ പ്രൈസ് കിട്ടിയത് എന്താണ്? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനെ എക്സ്പ്ലെയിൻ ചെയ്തതിനാണ് ആർക്ക് കിട്ടിയത്? ആൽബർട്ട് ഐൻസ്റ്റീന് എന്ത് കിട്ടിയത്? നോബൽ പ്രൈസ് കിട്ടിയത് കേട്ടോ. അല്ലാതെ E = mc² എന്ന് പറഞ്ഞ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിക്ക് അല്ല ഐൻസ്റ്റീൻ എന്ത് കിട്ടിയത്? നോബൽ പ്രൈസ് കിട്ടിയത്. ഐൻസ്റ്റീൻ നോബൽ പ്രൈസ് കിട്ടിയത് എന്തിനാണ്? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. സോ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് വാസ് ഡിസ്കവർഡ് ബൈ ഹെൻറിച്ച് ഹെർട്സും അതാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് വാസ് എക്സ്പ്ലെയിൻഡ് ബൈ ആൽബർട്ട് ഐൻസ്റ്റീനുമാണ് കേട്ടോ. അത് മറന്നു പോരുത്, ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും ഇത് കെമിസ്ട്രിയിൽ നിങ്ങൾ +2 പഠിച്ചിട്ടുള്ള കാര്യമാണ്, പക്ഷേ എങ്കിലും ഇതൊന്ന് ഓർത്തിരിക്കുക കേട്ടോ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഒരു ലൈറ്റിൻ്റെ പാർട്ടിക്കിൾ നേച്ചറിനെയാണ് കാണിക്കുന്നത്. സോ അത് കണ്ടുപിടിച്ച കാര്യങ്ങളും എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഓർത്തിരിക്കുക കേട്ടോ. ഇനി ഓർക്കുക, വിച്ച് പയനിയർ സയൻറ്റിസ്റ്റ്, ഏത് സയൻറ്റിസ്റ്റ് ആണ് യൂസ് റേഡിയോ വേവ്സ് ടു ട്രാൻസ്മിറ്റ് സിഗ്നൽസ് ഓവർ എ ഡിസ്റ്റൻസ് ആൻഡ് സെവറൽ കിലോമീറ്റേഴ്സ് ഇൻ 1980. സോ 1980-കളിൽ ഇങ്ങനെ ചെയ്ത ആരാണ്? ഇങ്ങനെ ചെയ്തതാണ് ആര്? മാർക്കോണി എന്നുള്ള സയൻറ്റിസ്റ്റ് കേട്ടോ. മാർക്കോണിയാണ് എന്ത് കണ്ടുപിടിച്ചത്? റേഡിയോ കണ്ടുപിടിച്ചത് കേട്ടോ. ഗുഗൽമോ മാർക്കോണി എന്നാണ്. എങ്ങനെ വേണമെങ്കിലും വായിക്കാം കേട്ടോ, എങ്ങനെ വേണമെങ്കിലും വായിക്കാം, എങ്ങനെയാലും കുഴപ്പമില്ല. ഇതിനെ പറയുന്ന പേര് മാർക്കോണി എന്നാണ് സയൻറ്റിസ്റ്റിൻ്റെ പേര്. സോ മാർക്കോണിയാണ് എന്തെന്ന് പറയുക, ഇത് കണ്ടുപിടിച്ചതിന് ശേഷമാണ് മാർക്കോണി എന്ത് കണ്ടുപിടിച്ചത്? റേഡിയോ കണ്ടുപിടിച്ചത്. സോ റേഡിയോ കണ്ടുപിടിച്ച ആരാണ് എന്ന് ചോദിച്ചാൽ അത് മാർക്കോണിയാണ്. അതൊക്കെ റേഡിയോ വേവ്സിനെ ട്രാൻസ്മിറ്റ് ചെയ്ത് ഒരു ഡിസ്റ്റൻസിൽ നിന്ന് വേറൊരു ദൂരത്തേക്ക് ഇതെല്ലാം ആര് ചെയ്താണ്? ആ മാർക്കോണിയാണ് ചെയ്തത് കേട്ടോ. സോ ആൻസർ ഈസ് മാർക്കോണി. സോ വാട്ട് ഈസ് ദി SI യൂണിറ്റ് ഓഫ് കറണ്ട്? സിമ്പിൾ ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. SI യൂണിറ്റ് ഓഫ് കറണ്ട് എന്തോടെ? ആംപിയർ ആണ് കേട്ടോ. SI യൂണിറ്റ് ഓഫ് കറണ്ട് ഈസ് ആംപിയർ. സോ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. സോ നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ദി യൂണിറ്റ് ഓഫ് സ്പെസിഫിക് റെസിസ്റ്റൻസ്? നോക്കുവാണെ സ്പെസിഫിക് റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് എന്താണ്? ഇതെല്ലാം നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞാണ്. സ്പെസിഫിക് റെസിസ്റ്റൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, റെസിസ്റ്റൻസ് = ρ × L/A ആണ്. R = ρ × L/A ആണ്. സോ ρ = R × A/L. സോ റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ഓം ആണ്. ഇത് m² ആണ്, ഇത് മീറ്റർ ആണ്. സോ മീറ്റർ ക്യാൻസൽ ആവും. ആൻസർ എന്തായിരിക്കും? ഓം മീറ്റർ ആയിരിക്കും. സോ ആൻസർ ഈസ് ഓം മീറ്റർ. ഓർത്തോണം, ഓം എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ യൂണിറ്റ് ആണ്? ഓം എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ആണ്. ദെൻ വോൾട്ട് എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ യൂണിറ്റ് ആണ്? വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ യൂണിറ്റ് ആണ്. കൂളംബ് എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ യൂണിറ്റ് ആണ്? ചാർജിൻ്റെ യൂണിറ്റ് കേട്ടോ. അതും കൂടി ഓർത്തിരിക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, സോ നെക്സ്റ്റ് വൺ. സോ മില്ലി ആംപിയർ ഈസ് ഈക്വൽ ടു, ഓർത്തോണം 1 മില്ലി ആംപിയർ. ഒരു മില്ലി ആംപിയർ എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വൽ ആയി? സോ ഓർത്തോണം 1 മില്ലി ആംപിയർ എന്ന് പറഞ്ഞാൽ 10⁻³ ആംപിയേഴ്സ് ആണ് കേട്ടോ. 1 മില്ലി ആംപിയർ എന്ന് പറഞ്ഞാൽ 10⁻³ ആംപിയർ ആണ്. അതായത് 0.001 ആംപിയർ ആണ്. സോ ആൻസർ ഈസ് ഇത്രയാണ്, ഓപ്ഷൻ ബി ആണ് കേട്ടോ. 0.01 ആംപിയർ ആണ്. മില്ലി ആംപിയർ എന്ന് പറഞ്ഞാൽ 10⁻³ ആണ്. ഇനി അടുത്ത 1 മൈക്രോ ആംപിയർ. 1 മൈക്രോ ആംപിയർ 10⁻6 ആംപിയർ ആണ് കേട്ടോ, മൈക്രോ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതായത് 1 മ്യൂ ആംപിയർ എന്നാണ് കേട്ടോ അതിനെ വിളിക്കുന്നത്, മൈക്രോ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഇതെന്ന് പറഞ്ഞാൽ മില്ലിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്?
സ്മോൾ ലെറ്റർ എം യൂസ് ചെയ്യുന്നത് കേട്ടോ. മില്ലിയാണ് സ്മോൾ ലെറ്റർ എം യൂസ് ചെയ്യുന്നത്. അടുത്തൊക്കെ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് യൂസ് ടു ഡിറ്റർമൈൻ ദ വാല്യൂ ഓഫ് 1 ആംപിയർ. ഇവിടെ 1 ആംപിയർ ഇവിടെ ഞാൻ പറഞ്ഞു കറണ്ടിൻ്റെ ബേസിക് ഇക്വേഷൻ എന്താ? I is equal to എന്തോടെ Q/T ആണ് കേട്ടോ. കറണ്ട് ഇസ് ഈക്വൽ ടു ചാർജ് ഫ്ലോ പെർ യൂണിറ്റ് ടൈം. ഇത് ഞാൻ പറഞ്ഞു ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിൽ എടുത്തിട്ടുള്ളതാണ്. ചാർജിൻ്റെ ഇക്വേഷൻ എന്തോടെ കൂളോംബ്, ടൈമിൻ്റെ ഇക്വേഷൻ എന്താ സെക്കൻഡ്. സോ ആംപിയർ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കൂളോംബിനെ സെക്കൻഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോ നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി 1 കൂളോം പെർ സെക്കൻഡ് ആണ്. ഒരു കൂളോം പെർ സെക്കൻഡിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? 1 ആംപിയർ എന്ന് നമ്മൾ വിളിക്കുന്നത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. സോ നെക്സ്റ്റ് വൺ, which of the following device is used to accelerate charged particles to a high voltage? ഇവിടെ ഹൈ വോൾട്ടേജിൽ നമ്മൾ ചാർജ് പാർട്ടിക്കിളിനെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ആക്സലറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു ഡിവൈസിൻ്റെ പേരാണ് മക്കളെ ഓർത്ത് വെച്ചണം സൈക്ലോട്രോൺ. ഇത് പ്ലസ് ടുവിലെ ഫസ്റ്റ് ചാപ്റ്റർ സയൻസ് എടുത്തവർക്കാണെങ്കിൽ പ്ലസ് ടുവിലെ ഫസ്റ്റ് ചാപ്റ്റർ വാൻഡിഗ്രാഫ് ജനറേറ്റർ എന്നൊക്കെ പറഞ്ഞതിന് ശേഷം നമ്മൾ ഈ പറഞ്ഞ ഒരു ചാർജ് ഒരു മാഗ്നറ്റിക് ഫീൽഡിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ അതിങ്ങനെ എന്ത് ചെയ്യും? ഒരു സർക്കുലർ മോഷൻ കറങ്ങും. സോ അങ്ങനെ സർക്കുലർ മോഷൻ കറങ്ങി എന്ത് ചെയ്യും? അത് ഹൈ വെലോസിറ്റീസിൽ ഹൈ വെലോസിറ്റിയിൽ അത് എന്ത് ചെയ്യും? കറങ്ങും. സോ അതിന് വേണ്ടി യൂസ് ചെയ്യുന്നതിൻ്റെ പേരാണ് എന്തെന്ന് പറഞ്ഞാൽ സൈക്ലോട്രോൺ എന്ന് പറയുന്നത്. ഓർത്ത് വെച്ചണം സൈക്ലോട്രോൺ. ചാർജ് പാർട്ടിക്കിളിനെ ഹൈ വെലോസിറ്റിയിൽ ആക്സലറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് എന്തെന്ന് പറഞ്ഞാൽ സൈക്ലോട്രോൺ എന്ന് പറയുന്നത്. സോ മക്കളെ നെക്സ്റ്റ് വൺ, 1834 who proposed a law that states that the current induced in a charge by a charge flow opposes the effect producing it. നോക്കുക, ഒരു ചാർജ് മീൻസ് ഒരു EMF ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് അതിൻ്റെ കോസിനെ ഒപ്പോസ് ചെയ്യും എന്ന് പറഞ്ഞ ലോയാണ് എന്ത് ലോ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ലോയെ വിളിക്കുന്ന പേരാണ് ലെൻസസ് ലോ. ഇതെവിടെ നമ്മൾ പഠിച്ചത്? ഇത് നമ്മൾ സെൽഫ് ഇൻഡക്ഷനകത്ത് പഠിച്ചാണ് കേട്ടോ. ലെൻസസ് ലോ എന്ന് പറഞ്ഞാൽ സെൽഫ് ഇൻഡക്ഷനകത്ത് എന്ത് ചെയ്യും? ഒരു പുതിയതായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന EMF എന്ന് പറഞ്ഞാൽ അവൻ്റെ കോസിനെ എന്ത് ചെയ്യും? ഒപ്പോസ് ചെയ്യും എന്ന് പറഞ്ഞ് ലെൻസസ് ലോ ആണ്. സോ അത് കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റിൻ്റെ പേരാണ് എന്തെന്ന് പറഞ്ഞാൽ ഹെൻറിച്ച് ലെൻസ് എന്ന് പറഞ്ഞാൽ. സോ ആൻസർ ലെൻസ് ആണ്. സോ ഹെൻറി മോസ്ലി എന്ന് പറഞ്ഞാൽ നമ്മൾ മോസ്ലി പീരിയോഡിക് ടേബിളോട്ട് ബന്ധപ്പെട്ട സയൻറ്റിസ്റ്റ് ആണ് എന്തെന്ന് പറഞ്ഞാൽ ഹെൻറി മോസ്ലി എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ ഡോപ്ലർ ആണ് എന്തെന്ന് പറഞ്ഞാൽ ഡോപ്ലർ എഫക്റ്റ് എന്ന് പറഞ്ഞൊരു ഫിനോമിനൻ കണ്ടുപിടിച്ചു. ഡോപ്ലർ എഫക്റ്റ് എന്ന സൗണ്ടിൽ വരുന്നൊരു ഫിനോമിനൻ ആണ് എന്ത് പറഞ്ഞത്? ഡോപ്ലർ എഫക്റ്റ് എന്ന് പറയുന്നത്. then അടുത്ത മൈക്കിൾ ഫാരഡേ ആണ് നമ്മൾ എന്ത് കണ്ടുപിടിച്ചത്? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ കണ്ടുപിടിച്ചത് കേട്ടോ. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ കണ്ടുപിടിച്ചത് ആരാണ്? ഈ പറഞ്ഞ മൈക്കിൾ ഫാരഡേ ആണ്. ആ പുള്ളിയെ തന്നെയാണ് നമ്മൾ ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റി എന്നും അറിയപ്പെടുന്നത് കേട്ടോ. സോ മക്കളെ നെക്സ്റ്റ് വൺ, ദ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ഇൻ മൂവിങ് എ ചാർജ് ഓഫ് 4 കൂളോം അക്രോസ് എ പോയിന്റ് ഹാവിങ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 6 വോൾട്ട് ഈസ്. എത്രയാണ് ഇക്വേഷൻ? എന്താ? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു ഈസ് ദി വർക്ക് ഡൺ പെർ യൂണിറ്റ് ചാർജ്. വർക്ക് ഡൺ പെർ യൂണിറ്റ് ചാർജിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് V ഈസ് ഈക്വൽ ടു എന്താണ്? W/Q. പൊട്ടൻഷ്യൽ ഡിഫറൻസ് V ഈസ് ഈക്വൽ ടു എന്താണ്? W/Q. അങ്ങനെയാണെങ്കിൽ വർക്ക് ഡൺ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? V/Q ചെയ്താൽ പോരെ. സോ ഇവിടുത്തെ V എത്രയാണ്? ഇവിടുത്തെ V എത്ര? 6 ആണ് കണ്ടോ. Q എത്രയാണ്? 4 ആണ്. സോ എത്ര ആയിരിക്കും? 24 ജൂൾ ആയിരിക്കും. സോ ആൻസർ ഈസ് എത്രയാണ്? 24 ജൂൾ ആയിരിക്കും ആൻസർ. കണ്ടോ, സിമ്പിൾ. ഇത് ബേസിക് ഇക്വേഷൻ അറിയാവുന്നവർക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഇതെല്ലാം നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. സോ മക്കളെ നിങ്ങൾ ഇത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇലക്ട്രിസിറ്റി എന്നുള്ള ക്ലാസ് എടുക്കുക, ഈ ഭാഗം എടുക്കുക, നോക്കുക കേട്ടോ. അത് മാത്രമേ നിങ്ങൾ ഞാൻ പറയില്ലേ ഇപ്പോഴത്തെ സിനേറിയയിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് റിവിഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. നമ്മൾ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ റിവൈസ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? തിരിച്ച് നമ്മുടെ ക്ലാസ്സിലേക്ക് പോവുക. ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. സോ അങ്ങോട്ട് പോയാൽ മതി. സോ നോക്കാം, ഐഡന്റിഫൈ ദ SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് റെസിസ്റ്റൻസ്. ഇവിടെ സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇലക്ട്രിക് റെസിസ്റ്റൻസിൻ്റെ SI യൂണിറ്റ് എന്തോടെ? SI യൂണിറ്റ് എന്തോടെ? എന്താണ്? ഓം ആണ് കണ്ടോ. വാട്ട് എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ യൂണിറ്റാ? പവറിൻ്റെ യൂണിറ്റാ. കൂളം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്തിൻ്റെ യൂണിറ്റാ? ചാർജിൻ്റെ യൂണിറ്റാ. ആംബർ എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ യൂണിറ്റാ? കറണ്ടിൻ്റെ യൂണിറ്റ് കണ്ടോ. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. സോ ഇലക്ട്രിക് റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് എന്താണ്? ഓം ആണ് കേട്ടോ. സോ ഇൻ എ റെസിസ്റ്റൻസ് വാട്ട് ഹാപ്പൻസ് ടു ദി കറണ്ട് വെൻ ദി റെസിസ്റ്റൻസ് ഈസ് ഡബിൾഡ്? അവിടെ നോക്കണേ, എപ്പോഴും ആലോചിക്കണം നിങ്ങളൊരു കാര്യം. നമ്മളെ എപ്പോഴും റെസിസ്റ്റൻസ് കുറഞ്ഞ ഇടത്തൂടിയായിരിക്കും. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു കറണ്ട് ആണ്. ഓർത്തോണം. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് V ഈസ് ഈക്വൽ ടു I ഇൻറ്റു R ആണ്. അങ്ങനെ I ഈസ് ഈക്വൽ ടു V/R ആണ് കേട്ടോ. അതായത് കറണ്ട് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ റെസിസ്റ്റൻസ് കൂടുമ്പോൾ എന്ത് കുറയും? കറണ്ട് കുറയും. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, തടസ്സം കൂടുതലാണെങ്കിൽ കറണ്ട് ഫ്ലോ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി കുറയും.
ഓർത്തണം. അപ്പോൾ റെസിസ്റ്റൻസ് ഡബിൾ ആവുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഞാൻ നോക്കും മക്കളെ, റെസിസ്റ്റൻസ് നേരെ ഡബിൾ ആവുകയാണെന്നുണ്ടെങ്കിൽ കറണ്ട് എന്ത് ചെയ്യും? കറണ്ട് നേരെ തിരിച്ചെന്തായിരിക്കും ഇവിടെ? പകുതിയായിരിക്കും ചെയ്തത്. സോ ആൻസർ ഇസ് ഓപ്ഷൻ ബി. ഓർത്തോണം, റെസിസ്റ്റൻസ് കൂടുമ്പോൾ എന്ത് കുറയും? കറണ്ട് കുറയും കേട്ടോ. റെസിസ്റ്റൻസ് കൂടുമ്പോൾ കറണ്ട് കുറയും, റെസിസ്റ്റൻസ് കുറയുമ്പോൾ കറണ്ട് എന്ത് ചെയ്യും? കൂടും. ഇപ്പോൾ റെസിസ്റ്റൻസ് പകുതിയാവുകയാണെങ്കിൽ കറണ്ട് എന്താവും? ഇരട്ടിയാവും. റെസിസ്റ്റൻസ് ഇരട്ടിയാവുകയാണെങ്കിൽ കറണ്ട് എന്താവും? പകുതിയാവും കേട്ടോ. സോ അത് ഓർത്ത്, ഇഫ് ദ റെസിസ്റ്റൻസ് ഈസ് ഡബിൾ, കറണ്ട് എന്താവും? ഹാഫ് ആവും. കാരണം കറണ്ട് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റെസിസ്റ്റൻസ് ആണ്. ക്ലിയർ? ഇനി സൂപ്പർ കണ്ടക്ടിവിറ്റി വാസ് ഡിസ്കവർഡ് ബൈ, ഇത് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സൂപ്പർ കണ്ടക്ടിവിറ്റി ഈ പറഞ്ഞ ഡിസ്കവർ ചെയ്തിരിക്കുന്ന ആരാണ്? ഈ സയൻറ്റിസ്റ്റ് ആണ്. ആൻസർ ഇസ് ഓപ്ഷൻ സി കേട്ടോ. ഹൈ കമർലിംഗ് ഓൺസ് ആണ് എന്തെന്ന് പറയുന്നത്. ഇങ്ങനെ തന്നെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത് അറിയത്തില്ല. ഓർത്തണം, ഹൈ കമർലിംഗ് ഓൺസ് ആണ് എന്തെന്ന് പറയുന്ന സൂപ്പർ കണ്ടക്ടിവിറ്റി ഡിസ്കവർ ചെയ്ത് കേട്ടോ. ഐസക് ന്യൂട്ടൺ അല്ല. വാണ്ടർവാൾ ഫോഴ്സ് നിങ്ങൾക്കറിയാം, കിർച്ചോഫ് എന്ന് പറഞ്ഞാൽ ഓർത്തണം. ഐസക് ന്യൂട്ടൺ നിങ്ങൾക്കറിയാം, ന്യൂട്ടൺ എന്തൊക്കെയാണ് കണ്ടുപിടിച്ചത്? വാണ്ടർവാൾ എന്ന് പറഞ്ഞാൽ വാണ്ടർവാൾസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, വൺ ഓഫ് ദി വീക്കസ്റ്റ് എന്താ പറയുക, വീക്കസ്റ്റ് ഫോഴ്സുകളിൽ ഒന്നാണ് വാണ്ടർവാൾ ഫോഴ്സ്. ഇനി കിർച്ചോഫ് ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കാനുള്ള ഒരു സർക്യൂട്ടിനകത്തുള്ള, ഇലക്ട്രിക് സർക്യൂട്ടിനകത്തുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് കിർച്ചോഫ് ലോസ് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ അത് മീൻസ് ആ പൊട്ടൻഷ്യൽ ഡിഫറൻസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന ലോ ആണ്, അല്ലെങ്കിൽ വോൾട്ടേജുമായിട്ട് ബന്ധപ്പെടുന്ന ലോ ആണ് കിർച്ചോഫ് ലോ. അത് കണ്ടുപിടിച്ച ആളാണ് എന്തെന്ന് പറഞ്ഞാൽ കിർച്ചോഫ് എന്ന് പറയുന്നത് കേട്ടോ. സോ അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? ഓൺസ് ആണ് നമ്മുടെ ആൻസർ കേട്ടോ. സോ ഇനി അടുത്ത്, 3 equal resistors are connected in parallel, then the total resistance of the circuit is. ഞാൻ പറഞ്ഞ 3 ഈക്വൽ റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും ഇവിടെ വരുന്നത്? ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി ഐഡൻറ്റിക്കൽ റെസിസ്റ്റേഴ്സിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. 3 ഈക്വൽ റെസിസ്റ്റൻസ് എന്തോടെ? 6 എന്തായിരിക്കും? 6. സോ അങ്ങനെയാണെങ്കിൽ പാരലായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇക്വേഷൻ എന്താ? R/N ആണ് കേട്ടോ. R/N ആണ്. അതായത് ഈക്വൽ റെസിസ്റ്റൻസ് പാരലായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ R/N ആണ്. ഇനി ഈക്വൽ റെസിസ്റ്റൻസ് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ N × R ആയിരിക്കും. ഇത് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞു കേട്ടോ. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര റെസിസ്റ്റൻസ് ഉണ്ട്? 3 റെസിസ്റ്റൻസ് ഉണ്ട്. എന്തായിരിക്കും? R/3 ആയിരിക്കും നമ്മുടെ ആൻസർ. ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ബേസിക് ഇക്വേഷൻ യൂസ് ചെയ്യാം. എന്താ? 3 റെസിസ്റ്റൻസ് 1/R + 1/R + 1/R. ഇതായിരിക്കും എന്തെന്ന് പറഞ്ഞാൽ 1/R പാരലലിൻ്റെ ഇക്വേഷൻ. സോ ഇത് വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? 3/R ആയിരിക്കും ഇത് വരുന്നത്. അങ്ങനെയാണെങ്കിൽ R പാരലൽ വരുന്നത് എത്ര ആയിരിക്കും? R/3. ഇപ്പോൾ നോക്കാം, 1/R പാരലിൻ്റെ വാല്യൂ ആണ് 3/R വരുന്നത്. അങ്ങനെയാണെങ്കിൽ R പാരലിൻ്റെ വാല്യൂ എത്ര ആയിരിക്കും ഇവിടെ? R/3 ആയിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ 3 എണ്ണം പാരലായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും ഇവിടെ? ഈസ് ദി 1/3 ഓഫ് ദി ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസ്. നോക്കുക, ആ ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസിൻ്റെ എത്ര അവിടെ? 1/3 ആവും. ഇവിടെയൊക്കെ 2/3 ആവോ? ഇല്ല. ഈക്വൽ ആവോ? അല്ല. 3 ടൈംസ് ആവോ? ഇല്ല. ക്ലിയർ? ഇവിടെ ഇനി സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ എന്താ തന്നെ? R + R എത്ര ആയിരിക്കണേ? 3 ടൈംസ് ദി ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസ് ആയിട്ട് നമ്മുടെ വാല്യൂ മാറിയാണ് കേട്ടോ. അത് 3R ആയാണ്. Clear? Okay, so the next one, what is the current required to light a lamp of 60 watt in domestic supply of 240 volt? So ഇത് നമ്മുടെ ഇക്വേഷൻസ് എല്ലാം ഇതിനകത്ത് നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. സോ നോക്കുക, സോ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്തോടെ? പവർ ഇസ് ഈക്വൽ ടു എന്താ ഇക്വേഷൻ? V × I എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യാം. ഞാൻ പറഞ്ഞ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല, കാരണം നിങ്ങൾ ക്ലാസ് പോയി കാണുക കേട്ടോ. പവറിൻ്റെ ഇക്വേഷൻ ഇതാ നോക്കുക. ഒരു ലാമ്പിൻ്റെ പവർ എത്രയാണ്? 60 വാട്ട് ആണ് കണ്ടോ. 60 ആണ്. ഇവിടുത്തെ സപ്ലൈ വോൾട്ടേജ് എത്രയാണ്? 240 വോൾട്ട് ആണ് കണ്ടോ. സോ 240 × I എന്ന് കയറും. സോ I is equal to എത്ര വരും ഇവിടെ? 60/240. സോ എത്ര വരും? സോ ആൻസർ ഈസ് 1/4. 1/4 എന്ന് പറഞ്ഞാൽ എത്ര വരും? 0.25 ആംബിയേഴ്സ് ആയിരിക്കും. ആൻസർ എത്രയാണ്? 0.25 ആംബിയർ ആണ് കേട്ടോ. നമ്മുടെ ആൻസർ ഈസ് 0.25 ആംബിയർ. ഡയറക്റ്റ് ഇക്വേഷൻ. പവർ ഇസ് ഈക്വൽ ടു V × I. ഡയറക്റ്റ് ഇക്വേഷൻ. Okay. So next one. The following is the unit of magnetic field strength. നോക്കാം മക്കളെ, മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്തിൻ്റെ യൂണിറ്റ് എന്താണ്? ആൻസർ ഈസ് ടെസ്ലയാണ് കേട്ടോ. ഇനി വെറും മാഗ്നറ്റിക് ഫീൽഡ് എന്ന് ചോദിച്ചാലോ? നിങ്ങളുടെ ചോദിച്ചു വാട്ട് ഈസ് യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്? മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിൽ അതെന്താണ്? വെബർ ആണ്. ഓർത്തോണം, ടെസ്ല എന്ന് പറഞ്ഞാൽ എന്താണ്? വെബർ പെർ മീറ്റർ സ്ക്വയറിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ടെസ്ല എന്ന് വിളിക്കുന്നത് കേട്ടോ. വെബർ പെർ മീറ്റർ സ്ക്വയറിനെയാണ് നമ്മൾ ടെസ്ല എന്ന് വിളിക്കുന്നത്. ടെസ്ലയാണ് എന്തെന്ന്? മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ് എല്ലാം എന്താണ്? ടെസ്ലയാണ്. ബാക്കി ഓം ആംപിയറും എല്ലാം നിങ്ങൾക്കറിയാം, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാണ്. സമയം കളയുന്നില്ല. സോ നെക്സ്റ്റ് വൺ, ദ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ
റൈറ്റ് ഹാൻഡ് തമ്പ് റൂളിനകത്ത് ഓർത്തോണം, റൈറ്റ് ഹാൻഡ് തമ്പ് റൂളിനകത്ത് തമ്പ് എങ്ങോട്ടായിരിക്കും ഡയറക്റ്റ് ചെയ്തേക്കുന്നത്? ഈ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടറിൻ്റെ കാര്യം, ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടറിൻ്റെ കാര്യത്തിൽ ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടർ വരുവാണെങ്കിൽ, ഇങ്ങനെ സ്ട്രെയിറ്റ് കണ്ടക്ടർ വരുവാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ യൂസ് ചെയ്യുന്നത്. സോ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ചെയ്യുമ്പോൾ ആ തമ്പ് എങ്ങോട്ടായിരിക്കും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? കറണ്ടിൻ്റെ ഡയറക്ഷൻ ആയിരിക്കും. ബാക്കിയുള്ള ഫിംഗർ എൻസർക്കിൾ ചെയ്യുന്നത് എന്തായിരിക്കും? മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും. സോ മേളിലോട്ടാണ് പോകുന്നതെങ്കിൽ ഇതെന്തായിരിക്കും? ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. താഴോട്ടാണ് പോകുന്നതെങ്കിൽ ഇതെന്തായിരിക്കും? ക്ലോക്ക് വൈസ് ആയിരിക്കും. സോ ഇതെന്തായിരിക്കും? ആ കറണ്ടിൻ്റെ ഡയറക്ഷനിലോട്ടായിരിക്കും ആര് ചെയ്യുന്നത്? തമ്പ് ഡയറക്റ്റ് ചെയ്യുന്നത്. സോ അതും ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, സോ ദി നെക്സ്റ്റ് വൺ. Which of the following states that the induced EMF in a circuit is equal to the rate of change of magnetic flux linked with that circuit? Okay, ഇത് ഏത് ലോ ആണ്? ഇത് ഏത് ലോ ആണ്? An EMF is developed in a conductor when the magnetic flux linked with the coil changes. അതായത് ഒരു കോയിലുമായിട്ട് ലിങ്ക് ചെയ്യപ്പെട്ട മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്യുമ്പോൾ ആ കോയിലിനകത്തോട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കറണ്ട് ഇൻഡ്യൂസ് ചെയ്യും എന്ന് പറഞ്ഞത് ആരുടെ? ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താണെന്നുള്ള ഡെഫിനിഷൻ ആണ് ഈ തന്നിരിക്കുന്നത്. സോ അത് ഏത് ലോ ആണ്? ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. ക്ലിയർ ആണ്? സോ അതിൻ്റെ ആൻസർ ഫാരഡേസ് ലോ ആണ്. ബാക്കി എക്സാമ്പിൾസ് എല്ലാം, ബാക്കി ഓപ്ഷൻസ് എല്ലാം നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. സോ ഇനി അടുത്ത, വിച്ച് ഓഫ് ദി ഫോളോയിങ് റിഗാർഡിംഗ് ദി മാഗ്നറ്റിക് ഫീൽഡ് ഈസ് കറക്റ്റ്? അവിടെ മാഗ്നറ്റിക് ഫീൽഡിനെ സംബന്ധിച്ചിടത്തോളം താഴെ തന്നിട്ടുള്ള ഏതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് എന്ന് പറയുന്നത്? നോക്കണേ, ഏതൊക്കെയാണ്? നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ പ്രത്യേകത എന്താ? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ക്ലോസ്ഡ് ആൻഡ് കണ്ടിന്യൂസ് കർവ്സ്. ഇതെന്താണ്? ക്ലോസ്ഡ് ആൻഡ് കണ്ടിന്യൂസ് കർവ്സ് ആയിരിക്കും. ഇവർ ഒരിക്കലും തമ്മിൽ എന്ത് ചെയ്യത്തില്ല? ഇന്റർസെക്ട് ചെയ്യത്തില്ല. സോ ഇതെല്ലാം നമ്മൾ പറയുന്നുണ്ട്. സോ ഫസ്റ്റ് ഓപ്ഷൻ, മാഗ്നറ്റിക് ഫീൽഡ് ആർ ഓപ്പൺ കർവ്സ്. ഓപ്പൺ കർവ്സ് ആണോ? അല്ല, മാഗ്നറ്റിക് ഫീൽഡ്സ് ആർ ക്ലോസ്ഡ് ആൻഡ് കണ്ടിന്യൂസ് കർവ്സ്. ഇത് ക്ലോസ്ഡ് ആൻഡ് കണ്ടിന്യൂസ് ആണ്. പിന്നെ ഇവർ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല? ദേ നെവർ ഇന്റർസെക്ട്സ്. അവരൊരിക്കലും എന്ത് ചെയ്യത്തില്ല? ഇന്റർസെക്ട് ചെയ്യത്തില്ല. ക്ലിയർ ആണ്? ടു മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ക്രോസ് ഈച്ച് അതർ. ക്രോസ് ചെയ്യോടെ ഇല്ല, അവരൊരിക്കലും ഇന്റർസെക്ട് ചെയ്യത്തില്ല, അല്ലെങ്കിൽ അവരൊരിക്കലും ക്രോസ് ചെയ്യത്തില്ല. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആർ ക്ലോസ്ഡ് കർവ്സ്. അതെന്താണ്? ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ക്വാണ്ടിറ്റി ദാറ്റ് ഹാസ് നോ ഡയറക്ഷൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ്. സോ ഡയറക്ഷൻ മാഗ്നിറ്റ്യൂഡ് ഇല്ലെന്നൊന്നും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. കാരണം ഇതിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എന്താ ഇവിടെ നോർത്ത് ടു സൗത്ത് ആയിരിക്കും, അകത്താണെങ്കിൽ സൗത്ത് ടു നോർത്ത് ആണ്. കൃത്യമായ ഡയറക്ഷൻ ഉള്ള സാധനം തന്നെയാണ്. സോ അതിന് ഡയറക്ഷൻ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ നമ്മുടെ ആൻസർ ഈസ് ഓപ്ഷൻ സി ആണ്. നമ്മുടെ ആൻസർ ഓപ്ഷൻ സി മാത്രമാണ് നമ്മുടെ ആൻസർ. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആർ ക്ലോസ്ഡ് കർവ്സ് ആണ്. അവർ ക്ലോസ്ഡ് കർവ്സ് ആണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക കേട്ടോ. സോ നെക്സ്റ്റ് വൺ, which of the following rules is used to find the direction of induced EMF developed in a current in a magnetic field? എടാ നോക്കുക, ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്ന് പറയുമ്പോൾ അത് എന്തുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്? ഓർത്തോണം, ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് കേട്ടോ. അത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. അത് ജനറേറ്ററുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് കേട്ടോ. ജനറേറ്ററുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് എന്തെന്ന് പറഞ്ഞത്. സോ ഓർത്തോണം മക്കളെ, ജനറേറ്ററുമായിട്ട് ബന്ധപ്പെട്ട് വരുവാണെങ്കിൽ, അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുവാണെങ്കിൽ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന ഏത് റൂളാണ്? റൈറ്റ് ഹാൻഡ് തമ്പ് റൂളാണ്. ഓർത്തോണം, ഇത് നമ്മൾ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അല്ല, സോറി, ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂളാണ്. ക്ലിയറാ? നമ്മുടെ ആൻസർ അപ്പം എന്തോടെ? ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. എന്താണെന്ന് പറയണോ? പറയാം. ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ എന്ന് പറയുമ്പോൾ ഇതാണ്: സ്ട്രെച്ച് യുവർ ഫോർ ഫിംഗർ, മിഡിൽ ഫിംഗർ ആൻഡ് തമ്പ് ഇൻ മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷൻ. അതിൽ ഫോർ ഫിംഗർ എന്തായിരിക്കും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഫോർ ഫിംഗർ എപ്പോഴും ഇൻഡിക്കുന്ന ഫോർ ഫിംഗർ ഫീൽഡ് എന്ന് ഓർത്തിരിക്കുക കേട്ടോ. എന്ത് ഫീൽഡ്? മാഗ്നറ്റിക് ഫീൽഡ് കേട്ടോ. മാഗ്നറ്റിക് ഫീൽഡാണ്. ആൻഡ് മിഡിൽ ഫിംഗർ, സോറി, തമ്പ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്തായിരിക്കും? മോഷൻ ആയിരിക്കും. മോഷൻ അല്ലെങ്കിൽ ഫോഴ്സ് ആയിരിക്കും. ആൻഡ് മിഡിൽ ഫിംഗർ എപ്പോഴും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്തായിരിക്കും? ഇൻഡ്യൂസ്ഡ് കറണ്ട് ആയിരിക്കും. ഇൻഡ്യൂസ്ഡ് കറണ്ടാണ് മിഡിൽ ഫിംഗർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ ഓർത്തിരിക്കുക കേട്ടോ, മിഡിൽ ഫിംഗർ ഇൻഡിക്കേറ്റ് ദി ഇൻഡ്യൂസ്ഡ് കറണ്ട്. ക്ലിയറായി. സോ ഇനി അപ്പോൾ നമ്മുടെ ആൻസർ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂളാണ്. ഇനി മക്കളെ നോക്കിക്കോ, ഇനി നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എവിടെ യൂസ് ചെയ്യുന്നത്? ഇനി ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്ന് പറയുന്നത് നമ്മുടെ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ
പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറെ നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡിൽ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ഇപ്പോൾ ഈ ഫോഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ലോറൻസ് ഫോഴ്സ് എന്ന് വിളിക്കുന്നത് കേട്ടോ. ലോറൻസ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ ഒരു മോട്ടർ കറങ്ങുന്ന ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ ഓർത്തോണം. ഈ ഫോഴ്സ് വരുന്ന എവിടെ ആയിരിക്കും? മോട്ടറിലായിരിക്കും. ഇൻഡ്യൂസ് DMF വരുന്ന എവിടെ ആയിരിക്കും? ജനറേറ്ററിലും ആയിരിക്കും കേട്ടോ. സോ ഇവിടെയാണ് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ എന്തുണ്ട്? 4 ഫിംഗർ ഉണ്ട്, മിഡിൽ ഫിംഗർ ഉണ്ട്, എന്തുണ്ട്? തമ്പുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ 4 ഫിംഗർ എന്താണ്? മാഗ്നറ്റിക് ഫീൽഡാണ്. മിഡിൽ ഫിംഗർ എന്താണ്? കറണ്ട് ആണ്. ആൻഡ് ഇവിടെ ഇൻഡ്യൂസ്ഡ് കറണ്ട് അല്ല, ഇവിടെ ഓൾറെഡി നമ്മൾ കറണ്ടാണ് കൊടുക്കുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആയിരിക്കും കേട്ടോ. ഫോഴ്സ് അല്ലെങ്കിൽ മോഷൻ ആയിരിക്കും. സോ എല്ലായിടത്തും രണ്ടിടത്തും ഈ പറഞ്ഞ ഫിംഗേഴ്സ് ഇൻഡിക്കേറ്റ് സെയിം ആണ്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ആണെങ്കിൽ അത് മോട്ടർ ആയിരിക്കും, റൈറ്റ് ഹാൻഡ് ആണെങ്കിൽ അത് ജനറേറ്റർ ആയിരിക്കും കേട്ടോ. സോ നെക്സ്റ്റ് വൺ, ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് എ ട്രാൻസ്ഫോമർ ഈസ്. നോക്കണേ, ഒരു ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്? വാട്ട് ഈസ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് എ ട്രാൻസ്ഫോമർ? ഒരു ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓർത്ത് വെച്ചോണം. എന്താണ്? മ്യൂച്വൽ ഇൻഡക്ഷൻ. മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. ഇവിടെ ഒരു കോയിൽ ഉണ്ടായിരിക്കും, ഇവിടെ ഒരു കോയിൽ ഉണ്ടായിരിക്കും. സോ ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു ഇക്വേഷൻ ആണ്. ഇത് പ്രൈമറി കോയിലാണ്, ഇത് സെക്കൻഡറി ആണ്. ഇത് വോൾട്ടേജ് ഓഫ് പ്രൈമറി, വോൾട്ടേജ് ഓഫ് സെക്കൻഡറി. സോ ഓർത്തോണം, ഇവിടെ ഓർത്തോണം NP/NS = VP/VS എന്നുള്ള കാര്യം ഓർത്തോണം. അത് കണക്ക് തന്നെ IP × VP = IP = VS × IS. അപ്പോൾ ഇതും കൂടി ഓർത്തിരിക്കും. ഇത് 2 ഇക്വേഷൻ കൂടി ഓർത്തിരിക്കും കേട്ടോ. നമ്പർ ഓഫ് ടേൺസ് ഓഫ് പ്രൈമറി ബൈ നമ്പർ ഓഫ് ടേൺസ് ഓഫ് സെക്കൻഡറി = വോൾട്ടേജ് ഓഫ് പ്രൈമറി ബൈ വോൾട്ടേജ് ഓഫ് സെക്കൻഡറി. അതുപോലെ തന്നെ ഇതെന്ന് പറഞ്ഞാൽ പവറിൻ്റെ ഇക്വേഷൻ ഒന്ന് ഓർത്തിരുന്നാൽ മതി കേട്ടോ. VS × IS = VP × IP. V × I എന്ന് പറഞ്ഞാൽ പവർ, ഇൻപുട്ട് പവർ തന്നെ ആയിരിക്കും ഔട്ട്പുട്ട് പവർ എന്ന് പറയുന്നത്. സോ ഓർത്തോളം വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മ്യൂച്വൽ ഇൻഡക്ഷൻ ആയിരിക്കും കേട്ടോ. സോ അതും കൂടി ഒന്ന് ഓർമ്മയിൽ വെച്ചേക്കാം. സോ നെക്സ്റ്റ് വൺ, ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ പറഞ്ഞ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇതെല്ലാം നമുക്ക് പഠിക്കാനുണ്ട്. സോ നമ്മുടെ നെക്സ്റ്റ് വൺ, ഡാഷ് റിസീവ് ദ വെരി ഫസ്റ്റ് നോബൽ പ്രൈസ് ഇൻ ഫിസിക്സ് 1901 എന്താണ്? ഡിസ്കവറി ഓഫ് എക്സ്റേ. എക്സ്റേ കണ്ടുപിടിച്ചാരാ? എപ്പോഴും ചോദിക്കുന്നതാണ്. ആരാടെ എക്സ്റേ കണ്ടുപിടിച്ചത്? റോഞ്ചൻ ആണ് കേട്ടോ. റോഞ്ചൻ ആണ് എന്തെന്ന് പറഞ്ഞാൽ എക്സ്റേ കണ്ടുപിടിച്ചത് കേട്ടോ. ലൂയിസ് പാസ്റ്റർ നിങ്ങൾക്കറിയാം എന്താ? റാബീസ് വാക്സിൻ കണ്ടുപിടിച്ചാണ്. സോ റോഞ്ചൻ ആണ് എന്ത് കണ്ടുപിടിച്ചത്? എക്സ്റേ കണ്ടുപിടിച്ചത് കേട്ടോ, റോഞ്ചൻ. സോ നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് പാർട്ടിക്കിൾ റെപ്രസെൻറ്റ്സ് എ ബീറ്റ പാർട്ടിക്കിൾ? ഓർത്ത ഒരു ബീറ്റ പാർട്ടിക്കിളിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഏതാണ്? നമ്മളിത് നമ്മളെ ഇപ്പം നമുക്ക് റേഡിയോ ആക്ടിവിറ്റിക്കകത്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ കുറച്ച് അതിനകത്ത് ക്വസ്റ്റ്യൻ കണ്ടിട്ടുള്ളൂ. സോ ഓർക്കുക, റെപ്രസെൻറ്റ് ബീറ്റ പാർട്ടിക്കിൾ. ഒരു ബീറ്റ പാർട്ടിക്കിളിനെ കണ്ടുപിടിച്ചാരുടെ? ബീറ്റ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ഓർത്തോണം, നമ്മൾ 3 ഇതാണുള്ളത്, ആൽഫ, ബീറ്റ, ഗാമ. ഈ 3 എണ്ണമാണ് നമുക്ക് ഉള്ളത്. ഈ 3 റേഡിയേഷൻസ് ആണ് നമുക്കുള്ളത്. ആൽഫ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സിമിലർ ടു എ ഹീലിയം ന്യൂക്ലിയസിന് സിമിലർ ആണ്. ബീറ്റ പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സിമിലർ ടു ആൻ ഇലക്ട്രോൺ. അത് ഇലക്ട്രോണുമായിട്ട് സിമിലർ ആണ്. ഇലക്ട്രോൺ നമ്മൾ ഇങ്ങനെയാണ് E-1 0 ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ആൻഡ് ഗാമ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ഇത് എനർജി ബീമാണ് കേട്ടോ. ഇത് എനർജി ബീമാണ്. സോ ഇതും കൂടി ഓർത്തിരിക്കുക കേട്ടോ. ഇതൊക്കെ ഓർത്തിരിക്കുക. ഇത് 3 ഇതുള്ളത്. സോ നമ്മുടെ ബീറ്റ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് ഇലക്ട്രോണിന് ആയിട്ട് ഇക്വലൻ്റ് ആണ് കേട്ടോ, ബീറ്റ പാർട്ടിക്കിൾ. സോ ഇനി നിങ്ങൾ ഇതിനകത്ത് റേഡിയോ ആക്ടിവിറ്റി തന്നെ പറയുമ്പോൾ ഇതിനകത്ത് ഫിഷനും ഫ്യൂഷനും ഓർത്തിരിക്കുക. ന്യൂക്ലിയർ ഫ്യൂഷനും ഓർത്തിരിക്കുക. ന്യൂക്ലിയർ ഫിഷനാണ് നമ്മുടെ ആറ്റം ബോംബിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ആറ്റം ബോംബ്. ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ അത് ഹൈഡ്രജൻ ബോംബിൻ്റെ ഇതാണ് കേട്ടോ. ഇതിൻ്റെ കണ്ടുപിടുത്തവും മറ്റു കാര്യങ്ങളും എല്ലാം നിങ്ങൾ നോക്കി വെച്ചേക്കണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഇന്ന് അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല, പക്ഷേ ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് ഫിഷനും ഫ്യൂഷനും ഒക്കെ. നമ്മുടെ സണ്ണിനകത്ത് നടക്കുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂക്ലിയർ ഫ്യൂഷനാണ് കേട്ടോ, ന്യൂക്ലിയർ ഫ്യൂഷനാണ്. സോ മക്കളെ, ഇത്രയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പാർട്ട് 2 കഴിഞ്ഞു. സോ നമ്മൾ ഫിസിക്സിന് ഒരുവിധം ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാ ചാപ്റ്റേഴ്സിനുള്ള എല്ലാ ക്വസ്റ്റ്യൻസും അത്യാവശ്യം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ക്ലാസ്സസും കംപ്ലീറ്റ് നമ്മൾ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. സോ നിങ്ങൾ തന്നിരിക്കുന്ന നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഇതിനെ നിങ്ങൾ കറക്റ്റായിട്ട് യൂസ് ചെയ്യുക. സോ എല്ലാ കൂട്ടുകാർക്കും എല്ലാവിധ ആശംസകളും. എല്ലാവരും നന്നായിട്ട് പരീക്ഷ എഴുതുക. സോ വീണ്ടും നമുക്ക് മറ്റൊരു സെഷനുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ബൈ.